ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തു വരുന്നതേ ഉള്ളൂ. എങ്കിലും ദൈവം ഇന്ന് രാത്രി നമ്മെ സഹായിപ്പാൻ കഴിഞ്ഞ 5 ദിവസങ്ങൾ നമുക്ക് വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രി നമുക്ക് അല്പസമയം പ്രാർത്ഥിപ്പാൻ, ദൈവവചനം കേൾപ്പാൻ ഒക്കെ ദൈവം ഇടയാകേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മളെ എത്രത്തോളം അനുഗ്രഹത്തോടെ ഒരുമിച്ച് നമുക്ക് ദൈവവചനം പഠിപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. എല്ലാ ദൈവിക നടത്തിപ്പുകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ക്ലാസ്സുകൾ പഠിക്കുന്നത് നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകം നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വളരെ കഷ്ടതയിലൂടെ രോഗങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെയൊക്കെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ ആയിരിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷകൾ എല്ലാം അനുഗ്രഹമായി തീരേണ്ടതിനായി സ്തോത്രം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ബ്രദർ സണ്ണി തോമസ് പ്രാർത്ഥിച്ചാട്ട്. ബ്രദർ സണ്ണി തോമസ് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം 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 സ്തോത്രം. നഗരമായ സഹാനുഭൂമിയിൽ നൽകിക്കൊണ്ട് തിരുനാമത്തിനായി ജീവിക്കുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും ഞങ്ങളെ കൂട്ടിച്ചേർത്ത വലിയ ശ്രേഷ്ഠമായ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിത്യത്തിൽ ക്രിസ്തുവിൽ മറയുവോളം ഞങ്ങളെ കാത്തുകൊള്ളണമേ. നീക്കായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നഗരത്തിന്റെ പെരുതുകളും മരണങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. സർവമാനവും മഹത്വവും ഇടയായി നിങ്ങളുടെ പ്രിയനുമായ ക്രിസ്തു പിതാവെ കേൾക്കണമേ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചാപ്പൽ സർവീസിന് അറ്റൻഡൻസ് അല്പം കുറവാണ്. എല്ലാവരും ജോയിൻ ആയി. സാറ്റർഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ എല്ലാവർക്കും പ്രെയർ ഒക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന നല്ല താല്പര്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി എനിക്കറിയാം ദൈവാത്മാവ് നമ്മളോട് പാട്ടിലൂടെ ദൈവവചനത്തിലൂടെയൊക്കെ സംസാരിപ്പാൻ കാരണമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവം ഇത്രത്തോളം നമ്മളെ സഹായിച്ചു അനുഗ്രഹിച്ച എല്ലാ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമുക്ക് ആദ്യമായി ദൈവസേനയിൽ അല്പസമയം സ്തോത്രം പാട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് സഹായിക്കുമാറാകട്ടെ. നമ്മളോടൊപ്പം നമ്മൾ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സ്റ്റാൻലി എബ്രഹാം. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു കേരളക്കരയിലുള്ള എല്ലാവർക്കും വളരെ സുപരിചിതനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം. തന്നെ സ്റ്റാൻലി കുമളി എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ താൻ അരുണാചൽ പ്രദേശിൽ ദൈവ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. താൻ വളരെ അനുഗ്രഹീതനായ ഒരു സംഗീതജ്ഞനാണ്. ദൈവം തന്നെ സഹായിക്കട്ടെ. ചില 10-20 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു ദോഹയിൽ ഇവിടെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ചില ദിവസങ്ങൾ ചില ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഈ ദേശത്ത് കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനൊക്കെ ഒരുങ്ങിയ നല്ല സമയങ്ങൾ ഓർക്കുന്നു. അന്നു മുതലുള്ള സ്നേഹബന്ധമാണ്. ഇന്ന് രാത്രിയിലും താനിപ്പോൾ ഇട്ടാനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവേലയിലായിരിക്കുന്നു. എന്നോട് പറഞ്ഞു അവിടുത്തെ നെറ്റ്വർക്കൊക്കെ ഇച്ചിരി പ്രോബ്ലമാണ്, തൊണ്ടയ്ക്കും ഇച്ചിരി പ്രോബ്ലമുണ്ട്. എങ്കിലും താൻ വളരെ വിളിച്ചുടനെ വളരെ ഉത്സാഹത്തോടെ വളരെ സ്നേഹത്തോടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുവാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള ചില മിനിറ്റുകൾ പാടി ആരാധിപ്പാനായി വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പാസ്റ്റർ സ്റ്റാൻലി എബ്രഹാം. സ്തോത്രം. പാസ്റ്റർ സ്റ്റാൻലി ജോയിൻ ചെയ്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആർക്കെങ്കിലും ഒരാള് പാടുവാൻ താല്പര്യമുള്ള ആരാണ്? പാടാൻ കഴിവുള്ള ആരെങ്കിലും ഒരു ചെറിയ എനിക്ക് തോന്നുന്നു താൻ അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സഹോദരിമാരിൽ ആരെങ്കിലും പാടാൻ കഴിവുള്ളവർ ഒരു പാട്ടിന്റെ 2 ലൈനുകൾ പാടുക. ദൈവം സഹായിക്കട്ടെ. ആരാണ് പാടുവാൻ? ദൈവത്തിനു സ്തോത്രം
ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. വൻകൃപയിൽ എന്നെ ഇന്നേയോളം കാത്ത, വൻകൃപയിൽ എന്നെ ഇന്നേയോളം കാത്ത ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. പെറ്റതള്ളയെക്കാളുറ്റു സ്നേഹിക്കുന്ന, പെറ്റതള്ളയെക്കാളുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു വലിയവനായ ദൈവമേ, അങ്ങ് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കർത്താവെ, 2 ലൈൻ പാടുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ ബൈബിൾ കോളേജിനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ കർത്താവെ. എല്ലാ പാസ്റ്റേഴ്സിനെയും എല്ലാ ഭാരവാഹികളെയും എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മെമ്പേഴ്സിനെയും കർത്താവെ, ഞങ്ങളെല്ലാം ഒന്നിച്ചുകൂടി ഇന്നത്തെ ചാപ്പൽ മീറ്റിംഗിൽ കർത്താവെ കടന്നു വരാൻ ദൈവം കൊടുത്ത കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. അടികളെ എല്ലാവരും അനുഗ്രഹിക്കും, ആസ്വദിക്കും, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കും, ശക്തീകരിക്കും, സഹായിക്കും. നീതി മരങ്ങളെത്താൽ താങ്ങും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. എന്തു പറഞ്ഞാലും പെട്ടെന്ന് പാടുവാനും വായിക്കുവാനും ഒക്കെ വളരെ താല്പര്യവും ഉത്സാഹമുള്ള കുറെ ആന്റിമാരെയും അമ്മച്ചിമാരെയും ഒക്കെ നമുക്കിവിടെ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ പ്രാർത്ഥനയും സഹകരണവും തീർച്ചയായിട്ടും നമുക്ക് വളരെ അനുഗ്രഹമാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്റ്റാൻലി കുമളി, അങ്ങനെയാണ് താൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ താൻ സ്റ്റാൻലി എബ്രഹാം, അരുണാചൽ പ്രദേശാണ്. തുടർന്ന് അല്പസമയം നമുക്ക് ഒരുമിച്ച് തന്നോടൊപ്പം പാടി ദൈവത്തെ ആരാധിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി വളരെ സ്നേഹത്തോടെ ആദരവോടെ അരുണാചൽ പ്രദേശിൽ നിന്നും ഈട്ടാനഗറിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്റ്റാൻലി കുമളിയെ ക്ഷണിക്കുന്നു. സ്തോത്രം. Thank you, Jesus. Praise the Lord. Hallelujah. വിശ്വസിക്കുന്നു എൻ്റെ ശബ്ദം ക്ലിയർ ആയിട്ട് അങ്ങ് എത്തുന്നുണ്ടെന്ന്. ക്ലിയറാ. ഓക്കെ. അല്പനിമിഷം നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. താങ്ക് യു. ജീവനോടുയർത്തവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവന്റെ ആധാരമേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനോടുയർത്തവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവന്റെ ആധാരമേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ, ഹോസന്ന. 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 ഹല്ലേലൂയ, ഹോസന്ന.
മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന. ഓ ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന. हे जीवित परमेश्वर, मैं तेरी आराधना करता हूँ. जीवन को देने वाले, मैं तेरी आराधना करता हूँ. हे जीवित परमेश्वर, मैं तेरी आराधना करता हूँ. जीवन को देने वाले, मैं तेरी आराधना करता हूँ. ओ हल्लेलुया होसन्ना, 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 हल्लेलुया होसन्ना. ओ हल्लेलुया होसन्ना, हल्लेलुया होसन्ना, हल्लेलुया होसन्ना, हल्लेलुया होसन्ना. ओ हल्लेलुया होसन्ना, हल्लेलुया होसन्ना. Worship you, Lord. Hallelujah, hallelujah. Glory to God. Hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Thank you, Lord Jesus. Amen. Thank you, Lord. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു ഹിന്ദി ഗാനം, എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ് യേശു തേരാ നാം സബ്സെ ഊഞ്ചാ ഹൈ. നമുക്ക് ഒരുമിച്ച് പാടാം. എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്, ഇവിടുത്തെ അരുണാചലിയാണ്, ഗോയി എന്നാണ് പേര്. താൻ ഈ യൂത്ത് പ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആണ്. പഠനത്തോടൊപ്പം സുവിശേഷം പറയാൻ പോവുകയും
വളരെ ചർച്ചിലേക്ക് യൂത്തിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരാളാണ്. കർത്താവ് തന്നെ അനോയിന്റ് ചെയ്ത് ശക്തമായിട്ട് സഹോദരനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നത്. यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम चमकाई। जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु है वो नाम। यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है। बीमारी से, गरीबी से, श्रापों से छुड़ाता वो नाम है जो अंधों को रोशनी भी है देता। बीमारी से, गरीबी से, श्रापों से छुड़ाता वो नाम है जो अंधों को रोशनी भी है देता। जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु है वो नाम। यीशु तेरा नाम सबसे ऊंचा है, 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 यीशु तेरा नाम सबसे ऊंचा है। Hallelujah, 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 hallelujah.
പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പാട്ടുകൾ പാടി നമ്മളെ വർഷിപ്പിൽ നയിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്റ്റാൻലി എബ്രഹാമിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. उनके साथ जो गाना गाया वो भाई को बहुत धन्यवाद. जो आपने बुलाया वो बहुत लोगों को चर्च में लाता है यूथ का ऊपर. उनको भी आशीष दे दे. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യേക താൻ അരുണാചൽ പ്രദേശിൽ ദൈവവേളയുള്ളായിരിക്കുന്നു. ദൈവം ആ കുടുംബത്തെയും തന്റെ പ്രവർത്തനങ്ങളെയും വളരെ ശക്തമായി സഹായിപ്പാൻ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. വളരെ ആത്മാർത്ഥമായി ദൈവം തന്നെ ഉപയോഗിക്കുന്നല്ലോ. തന്നെ ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ആന്റി എലിസബത്ത് വർഗീസ് ആന്റി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഞാൻ ശനിയാഴ്ച വൈകുന്നേരം അടിയങ്ങൾക്ക് ചാപ്പൽ സർവീസായി അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും എല്ലാ കർത്തദാസന്മാരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. അവിടുന്ന് കർത്താവെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഇന്ന് സൂം മീറ്റിംഗിൽ കടന്നു വരുവാൻ കഴിയാതിരുന്നവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം കർത്താവെ അവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോഴ്സ് കർത്താവെ അടിയങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക വർധനവിനും അനേക ജീവിതങ്ങളെ കർത്താവിങ്കിലേക്ക് വഴി നടത്തുവാനും ഇത് മുഖാന്തരമാക്കി അവിടുന്ന് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും എല്ലാ സഹോദരങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ അവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. എല്ലാ കുടുംബങ്ങളും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഇത് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവെ ഞങ്ങൾ ഗ്രഹിപ്പാൻ അതിൻ പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാനൊക്കെ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചാപ്പൽ സർവീസ് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവെ ആ കർത്തദാസനെയും കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അദ്ദേഹത്തിന്റെ വേലകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനേക ആത്മാക്കളെ ആ ദേശത്ത് നേടുവാൻ കർത്താവ് ആ ദാസനെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുടർന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണമേ. അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവിടുന്ന് പ്രാർത്ഥനയുടെ ആശീർവാദം പറയുന്നത് വരെയും ദൈവ സാന്നിധ്യം ഞങ്ങൾ എല്ലാവരും അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങളെ തരണമേ കർത്താവെ. ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്തദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ക്രൂശിന്റെ മറവിൽ നിന്ന് അത് ഞങ്ങൾക്ക് പകർന്നു തരുവാൻ കർത്താവ് അങ്ങയുടെ ദാസനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചതിനായി സ്തോത്രം. സകലവും അവിടുത്തെ പുത്രനായ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ദൈവം സഹായിക്കട്ടെ. പ്രത്യേക ഒന്നുകൂടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്റ്റാൻലി എബ്രഹാമിനും ടീമിനും
ദൈവം അവരുടെ പ്രവർത്തനങ്ങളെ അരുണാചൽ പ്രദേശിൽ ഈട്ടാനഗറിൽ നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങളെ സ്വർഗം മാനിക്കുകയും സഹായിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. ദൈവം വളരെ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ പേരിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദോനോ ഭായിയോं को भी हम बहुत धन्यवाद करता है. ദൈവം उनको भी आशीष दे. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായിരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയേൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ അല്പം തിരക്കിലാണ്, എങ്കിലും താൻ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താൻ ചില വാക്കുകൾ പറയും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാമിനെ കർത്താവ് തന്നെ കേൾക്കാം. ഹലോ, ഞാൻ ട്രാവൽ ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം നമ്മുടെ ചാപ്പൽ സർവീസിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മളെ അനുഗ്രഹമായി നടത്തി. ദൈവത്തിന്റെ കരുതലിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്നുള്ള ആശംസ ആദ്യമായി ഞാൻ അറിയിക്കുന്നു. ഇന്ന് വചന ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB എബ്രഹാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. അഗാപ്പെ സഭയുടെ മലയാളം സർവീസിൽ അദ്ദേഹം വളരെ ശക്തിയോടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം വചനമായി വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുമെന്നതിന് ഒരു സംശയവുമില്ല. നമ്മള് ഒന്ന് രണ്ട് പ്രാർത്ഥന കർത്താവ് കേട്ട വിഷയം പറയട്ടെ. നമ്മുടെ ഖത്തറിലെ സഭയ്ക്ക് പാസ്റ്റർ ലാലു പറഞ്ഞു കാണും, നമ്മളൊരു ആരാധന ആലയത്തിന് വേണ്ടി നമ്മൾ വളരെ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു. നമുക്ക് മനോഹരമായി നമ്മൾ ചിന്തിക്കുന്നതിനുപരിയായിട്ട് ദൈവം ഒരു സ്ഥലം നമുക്ക് ഒരുക്കി നമുക്ക് ലഭിപ്പാൻ കർത്താവ് ഇടയാക്കി. അതോർത്ത് കർത്താവിനെ സ്തുതിക്കാം. പ്രിയ പാസ്റ്റർ ലാലുവിനുള്ള നന്ദിയെയും അദ്ദേഹത്തിന്റെ പരിശ്രമത്തെ കർത്താവ് മാനിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് അനേക കാര്യങ്ങള് കർത്താവിന് വേണ്ടി ചെയ്യുവാനും പ്രവർത്തിപ്പാനുമുണ്ട്. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. കർത്താവ് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. God bless you. Thank you. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി കെ ഡാനിയേൽ താൻ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു, ദോഹയിൽ ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളിലും അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ തൻ്റെ ഒരു സഹായത്തോടുകൂടി ഞങ്ങൾക്ക് നല്ലൊരു വില്ല ഇവിടെ ലഭിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിനോവേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വളരെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാം നന്നായി ചെയ്ത് ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങളൊക്കെ ഖത്തർ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ, പ്രിയ ലവ് ആൻറ്റിയൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്, ദോഹയിൽ ഉണ്ടായിരുന്നവരാണ്. അനേകർ ഈ ദേശത്തു നിന്നും ഇവിടുന്ന് പോയവരൊക്കെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB എബ്രഹാം, അദ്ദേഹത്തെ കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, താൻ ഡാളസിലുള്ള അഗാപ്പെ ചർച്ചിന്റെ മലയാളം സെക്ഷന്റെ പാസ്റ്ററായിട്ടൊക്കെ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. വളരെ തീഷ്ണമായി കർത്താവിനെ ഉത്സാഹത്തോടെ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവദാസനാണ്. തൻ്റെ സ്തോത്രം ഒരു സഭ, തൻ്റെ വീട് ഒരു ആരാധന ആലയത്തിന് വേണ്ടി ഇപ്പോൾ ഒഴിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ആ വീട്ടില് തൻ്റെ മല്ലപ്പള്ളി അടുത്ത്, വെണ്ണിക്കുളത്തിനടുത്ത് വേള എന്ന് പറയുന്ന സ്ഥലത്ത് അഗാപ്പെ ചർച്ചിന്റെ ഒരു ഒരു ആരാധന ആ ഭവനത്തിൽ വെച്ച് നടക്കുന്നു. ആ ഭവനം നല്ലൊരു ഹോളും എല്ലാം ഉണ്ട്, അവിടെ വെച്ച് നടക്കുന്നു. അങ്ങനെ ക്രിസ്തീയ വേലയ്ക്ക് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ നന്ദിയോടെ ഓർക്കുന്നു. സുവിശേഷീകരണത്തിന് വേണ്ടി വളരെ പരിശ്രമിക്കുന്ന കുടുംബത്തെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈ ചാപ്പൽ സർവീസിന് നമ്മൾ ഒത്തിരി പേരെ വിളിക്കുന്നതും വളരെ അനുഭവമുള്ളവരും, അല്ലാതെ ചുമ്മാ ആരെയും കയറി വിളിക്കുകയല്ല, വളരെ അനുഭവമുള്ള സുവിശേഷ വേലയിൽ പാരമ്പര്യമുള്ള, നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുത്താൽ പ്രസംഗിച്ചാൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടും എന്ന് പൂർണ്ണ പ്രാഗൽഭ്യവും അറിവുമുള്ളവരെയാണ് ഞങ്ങൾ ഇങ്ങനെ ക്ഷണിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ, താൻ അമേരിക്കയിൽ പല സ്ഥലങ്ങളിൽ ദൈവവേലയിലായിരുന്നു, ഇപ്പോൾ കർത്താവിന്റെ ദാസനോട് ചേർന്ന് ഡാളസിൽ പ്രവർത്തിക്കുന്നു. ആ കർത്താവിന്റെ ദാസനെ ഓർത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രി ദൈവം ശക്തമായി നമ്മുടെ മധ്യത്തിൽ സ്തോത്രം പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിലൊക്കെ മിക്കവാറും ജോയിൻ ചെയ്യുന്ന ആളാണ് കർത്താവ്. ഇന്ന് രാത്രി ദൈവം നമ്മളോട് സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പാസ്റ്റർ CB എബ്രഹാം, പ്ലീസ്. ഹലോ പാസ്റ്ററെ, കേൾക്കാമോ? കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ അഗപ്പെ ഓൺലൈൻ ചാപ്പൽ സർവീസിൽ എനിക്കും ദൈവങ്ങളോടും ദൈവദാസന്മാരോടും ചേർന്ന് പങ്കുചേരുവാൻ വലുവനായി ദൈവം
അവിടുന്ന് അനുവദിച്ച ഒരവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി സകല മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഈ ചാപ്പൽ സർവീസ് ലീഡ് ചെയ്യുന്ന കർത്താവിന് ദാസൻ ലാലു പാസ്റ്റർക്കും സഭയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന ഷാജി ദാനിയൽ പാസ്റ്റർക്കും കുടുംബത്തിനും അകപ്പെ എല്ലാ ചർച്ച് ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ സന്നിധിയിലായിരിക്കാം. ദൈവം ഏൽപ്പിച്ച ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ദൈവാത്മാവിന്റെ നിയോഗത്താൽ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് അത് നമുക്ക് ഉണർവിനും സമർപ്പണത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തിരുവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസ്ഥലത്തായിരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അല്പസമയ ചിന്തയ്ക്കായി നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചിട്ട് ദൈവം ഏൽപ്പിച്ച ആമേൻ ആലോചന അറിയിച്ച് ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരുവനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. മതി. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ കർത്താവെ, അടികളെ താഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്റ്റാൻലി ഇബ്രാഹിമിനെ കർത്താവ് ഉപയോഗിച്ചല്ലോ. ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഈ ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ദൈവമക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അടിയനെ സമർപ്പിക്കുന്നു. അല്പസമയം തിരുവചനത്തിനായി കർത്താവെ ദാഹത്തോടെ അങ്ങോട്ട് പാതവിടെ ആയിരിക്കുന്ന അടിയങ്ങളോട് അങ്ങ് സംസാരിക്കണം. മഹത്വന്റെ കർത്താവിന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണം അടിയങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് CV എബ്രഹാം. ആമേൻ. ഞാൻ ഡാളസില് അകപ്പെ ചർച്ചിൽ കർത്താവിന്റെ ദാസൻ ഷാജി പാസ്റ്ററോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് ശുശ്രൂഷിച്ചു പോകുന്നു. ഇപ്പോൾ ഈ അവസരം ആമേൻ ദൈവം ഒരുക്കി തന്നതിനായി സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. നമ്മൾ ഈ വായിച്ച വേദഭാഗം നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹല്ലേലൂയ, പൂർത്തി വരുത്തുന്ന ദൈവം. ദൈവത്തിന് മഹത്വം. പൂർത്തി വരുത്തുന്ന ദൈവം. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ പരാജയപ്പെട്ട ദൈവമല്ല, ജയം പ്രാപിച്ച ദൈവമാണ്. പിതാവായ ദൈവത്താൽ ഈ ഭൂമിയിലേക്ക് നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ അയക്കപ്പെട്ട ദൈവപുത്രൻ കന്യക മറിയയിൽ ജന്മം എടുത്ത നിമിഷം മുതൽ കർത്താവ് യേശു ക്രിസ്തുവിന് എതിരാളികൾ ധാരാളം എഴുന്നേൽപ്പാൻ ഇടയായി തീർന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. അതായത് മത്തായിയുടെ സുവിശേഷം, അതുപോലെ തന്നെ ആമേൻ ലൂക്കോസിന്റെ സുവിശേഷം ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ശത്രു ഏതെല്ലാം നിലകളിൽ എഴുന്നേറ്റു പ്രവർത്തിച്ചു, ആമേൻ അവർ പരാജയപ്പെട്ടു, അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന സമയം തന്നെ ഹല്ലേലൂയ കർത്താവ് ആമേൻ ഇടയന്മാർക്ക് വെളിപ്പെട്ടു, വിദ്വാൻമാർക്ക് വെളിപ്പെട്ടു. അവിടുന്ന് ദൈവത്തിന് സ്തോത്രം കൊട്ടാരത്തിൽ ഹല്ലേലൂയ ഹെരോദാവ് അറിയുന്നു. ദൈവത്തിന് മഹത്വം. എന്നാൽ ആമേൻ യേശു യഹൂദന്മാരുടെ രാജാവായി ആമേൻ ജനിച്ചു എന്ന വാർത്ത ഉൾക്കൊള്ളുവാൻ, അത് അംഗീകരിക്കുവാൻ ഹെരോദാവിന് ആമേൻ സാധിക്കാതെ വരികയാൽ ദൈവത്തിന് മഹത്വം ഉപായ രൂപേണ യേശുവിനെ നശിപ്പിക്കുവാൻ, യേശുവിനെ കൊല്ലുവാൻ ആമേൻ ഹെരോദാവ് പദ്ധതി ഇടുന്നതായി നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ആമേൻ പൂർത്തി വരുത്തുവാൻ കഴിയാതെ ആമേൻ പോയ വിദ്വാൻമാർ മടങ്ങി ചെന്ന് അറിയിക്കാഞ്ഞത് കൊണ്ട് ആമേൻ അറിഞ്ഞ സമയവും ഹല്ലേലൂയ അനുസരിച്ചുകൊണ്ട് ആമേൻ 2 വയസ്സിൽ താഴെയുള്ള ആമേൻ ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയുവാൻ ഹെരോദാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. അനേക ആയിരങ്ങൾ കുഞ്ഞുങ്ങൾ മരിപ്പാനിടയായി തീർന്നു. എന്നാൽ യേശുവിനെ ഹല്ലേലൂയ തൊടുവാൻ, യേശുവിനെ കൊല്ലുവാൻ ആമേൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വചനം പഠിക്കുമ്പോൾ ആമേൻ പൂർത്തി വരുത്തുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ ദൈവം ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിറവിടിയായി നിവർത്തിക്കപ്പെടുവാൻ തടസ്സമായി ശത്രു അനേക തന്ത്രങ്ങൾ
തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നിരാശ പിടിപ്പിക്കുമ്പോൾ, നമ്മുടെ മനം മടിപ്പിക്കുമ്പോൾ, നമ്മളെ തളർത്തി ക്ഷീണിപ്പിക്കുമ്പോൾ, നമ്മളെ പിന്നോക്കം തിരിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതിന്റെ നടുവിൽ നമ്മൾ ഇവിടെ വായിച്ച വേദഭാഗം നമ്മൾ ധ്യാനിച്ചു. നമ്മുടെ കർത്താവിനെ നമ്മൾ ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കാരണം അവയെ തോറ്റ ഒരു ദൈവത്തെ അല്ല, ജയിച്ച ഒരു ദൈവത്തെ എത്രയും നാം സേവിക്കുന്നു. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. ആകെ ജയിച്ച ജയവീരനായ കർത്താവ് നമുക്ക് നായകനായി ഉള്ളത് കൊണ്ട് ഈ കർത്താവിനെ പിൻപറ്റുന്ന ഓരോ ദൈവ പൈതലിലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവടിയായി പൂർത്തീകരിപ്പാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. അതിനെതിരെ ഏതെല്ലാം എതിരാളികൾ എഴുന്നേറ്റാലും ആമേൻ പദ്ധതികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം തന്റെ മക്കളിൽ അവിടെവിടങ്ങളായി നിവർത്തിക്കുന്ന പൂർത്തീകരിക്കുന്ന എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ദൈവത്തിന് മഹത്വം. മാത്രമല്ല കർത്താവ് ഇപ്രകാരം ആമേൻ പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എന്റെ ജനത്തെ ആമേൻ സംരക്ഷിക്കും, ഞാൻ എന്റെ ജനത്തെ വിടുവിക്കും, ഞാൻ എന്റെ ജനത്തെ മാനിക്കും, ഞാൻ എന്റെ ജനത്തെ അനുഗ്രഹിക്കും, ഞാൻ എന്റെ ജനത്തെ ഉപയോഗിക്കും. ദൈവത്തിന് മഹത്വം. മാത്രമല്ല ആമേൻ വെള്ളത്തിൽ കൂടി കടന്നുപോയാൽ ഹല്ലേലൂയ ആ വെള്ളം മുക്കി കളയുകയില്ല. ആമേൻ നദി കൂടി കടന്നുപോയാൽ നദി മീതെ കവിയുകയില്ല. തീയിൽ കടന്നുപോയാൽ തീയിൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാലയിൽ കടന്നുപോയാൽ അഗ്നിജ്വാലയ്ക്ക് ദഹിപ്പിക്കുവാൻ കഴിയുകയില്ല. ആ പറഞ്ഞിരിക്കുന്ന യെശയ്യാ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ ഹല്ലേലൂയ എന്റെ ദൈവമാണ് ഉപയോഗിക്കുന്നത്. അതിനെതിരെ ശത്രു ഏതെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും ആ പദ്ധതികളെ ആമേൻ പൊളിച്ചുകൊണ്ട് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും എന്നത് ആമേൻ അത് അനുഭവിച്ചറിയുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ആമേൻ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ ആമേൻ ശാസിച്ച്, ആമേൻ ഭൂതബാധിതർക്ക് വിടുതൽ കൊടുത്ത്, മരിച്ചവരെ ഉയർപ്പിച്ച്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അരുമനാഥനായ യേശു ക്രിസ്തു തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ന്യായശാസ്ത്രിമാരും പരീശന്മാരും പുരോഹിതന്മാരും ആമേൻ യേശു ക്രിസ്തുവിന് എതിരായി എഴുന്നേറ്റ് അതിന്റെ ഗൂഢാലോചനകൾ നടത്തി ആമേൻ യേശുവിനെ നശിപ്പിക്കുവാൻ ആമേൻ അതിന്റെ പല പദ്ധതികൾ ഒരുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. വലുവനായ ദൈവം അവിടെ ഒന്നും പരാജയപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. നമുക്കറിയാം യേശു ക്രിസ്തു സ്നാനമേറ്റു, പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു, 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. യേശുവിന് വിശക്കുന്നു എന്ന് പിശാചിന് മനസ്സിലായി. എന്നാൽ അവിടെ 3 വിധ പരീക്ഷ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ആമേൻ നിനക്ക് വിശക്കുന്നു എങ്കിൽ ഈ കല്ല് അപ്പമാകുവാൻ പറക. അവിടെ ദൈവം വചനം കൊടുത്ത് പിശാചിനെ പരാജയപ്പെടുത്തി. 2, ഹല്ലേലൂയ ആമേൻ മലമുകളിൽ കൊണ്ടുപോയി വീണ് നമസ്കരിക്കുവാൻ പറയുന്നു. അവിടെയും ദൈവം വചനം കൊടുത്ത് ആമേൻ ഹല്ലേലൂയ പിശാചിനെ പരാജയപ്പെടുത്തുന്നു. 3-മതായി യെരൂശലേമിൽ ആമേൻ ദേവാലയ അഗ്രത്തിൽ കൊണ്ടുപോയി ആമേൻ ഹല്ലേലൂയ താഴേക്ക് ചാടുവാൻ പറയുന്നു. അവിടെയും കർത്താവ് വചനം കൊടുത്ത് പിശാചിനെ പരാജയപ്പെടുത്തി. ആമേൻ അവിടെയൊന്നും എന്റെ യേശുവിനെ പരാജയപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം എന്താ? പിതാവായ ദൈവം തന്റെ ഓമനപുത്രനെ ഭൂമിയിലേക്ക് അയച്ച ദൗത്യം അത് പൂർത്തീകരിക്കുക എന്നത് പിതാവായ ദൈവത്തിന്റെ നിർണയമാകയാൽ ദൈവത്തിന്റെ മഹത്വം കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്കും ജയമുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. തിരുവചനം പഠിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു, വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല ആമേൻ ലൂക്കോസ് 6-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറയുകയാണ്. സമയം ആമേൻ നമുക്ക് ഹല്ലേലൂയ പരിമിതമാകൊണ്ട് ഞാൻ ഓടിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ ശ്രദ്ധയോടെ ദിവസങ്ങളിൽ ഇരുന്നാട്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിന് എന്ത് ചെയ്യേണ്ടുവെന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായിച്ച ഈ ലൂക്കോസ് 5-ാം അധ്യായവും ലൂക്കോസ് 6-ാം അധ്യായവും ഇതിനകത്ത് ആമേൻ ഹല്ലേലൂയ
ഭ്രാന്ത് പിടിച്ചവരും യേശു ക്രിസ്തുവിന് ആമേൻ എതിരായി ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നവർ എഴുന്നേൽക്കുമ്പോൾ അതിന് നടുവിൽ യേശു ചെയ്തത് പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പിതാവിനോട് പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഞാൻ വ്യക്തമാക്കാം, ഈ ദുഷ്ടലോകത്ത് ദൈനംദിന നമ്മുടെ ജീവിത യാത്രയിൽ ചുറ്റും എതിരാളികൾ എഴുന്നേറ്റ് നമ്മളെ ഹല്ലേലൂയ ആമേൻ ഞെരുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനോട് പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽക്ക് പരാജയപ്പെട്ടു പോകുകയില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വിജയമുണ്ട്. യേശു പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ സമയം എടുത്തു എങ്കിൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവിക ദൗത്യം ആമേൻ ഏൽപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാര്, ദൈവത്തിന്റെ ദാസിമാർ, ദൈവത്തിന്റെ മക്കള് ആമേൻ നാം എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാകുന്നു എന്ന് നാം നമ്മെ തന്നെ വിലയിരുത്തുക. അതിനായി നമ്മെ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ ആമേൻ നമുക്ക് 2 ശമൂവേൽ അതിന്റെ 17-ാം അധ്യായം ഒന്ന് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ആമേൻ ദാവീദിന് എതിരായി തന്റെ മകൻ അബ്ശാലോമിനോട് കൂട്ടുചേർന്ന് ആലോചന കൊടുത്ത ഒരു അഹീതോഫേൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതായത് 2 ശമൂവേൽ 17-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. അനന്തരം അഹീതോഫേൽ അബ്ശാലോമിനോട് പറഞ്ഞത്, ഞാൻ 10,000 പേരെ തിരഞ്ഞെടുത്തു, പുറപ്പെട്ടു ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ. ക്ഷീണിച്ചു ദൈവത്തിന് മഹത്വം. ഇവിടെ അപ്പോൾ സ്ഥാനത്തിനു വേണ്ടി അപ്പന്റെ സ്ഥാനം തട്ടിയെടുക്കുവാൻ മകനായ അബ്ശാലോം അതിന്റെ പദ്ധതികളെ ഒരുക്കുമ്പോൾ അബ്ശാലോമിന് ആലോചന കൊടുക്കുന്ന അഹീതോഫേലിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ആമേ 10,000 പേരെ ഞാൻ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ചു ഭ്രമിപ്പിക്കും എന്നിട്ട് പറയുന്നു. അപ്പോൾ അവനോട് കൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും, ഞാൻ രാജാവിനെ മാത്രം വെട്ടും. ആമേൻ. ഇവിടെ അഹീതോഫേൽ ആലോചന കൊടുക്കുകയാണ് അബ്ശാലോമിന്. എന്നാൽ ആ ആലോചന ആമേൻ അബ്ശാലോമിന് വളരെ ആമേൻ ഇഷ്ടമായി എങ്കിലും ആമേൻ തനിക്കൊരാഗ്രഹം വേറെ ഒരാളെ കൂടെ വിളിച്ച് ആലോചന ചോദിക്കാം, എന്നിട്ട് ഫൈനൽ തീരുമാനം എടുക്കാം. ദൈവത്തിന് മഹത്വം. അതിനാധാരമായി നമുക്കതിന്റെ 7 വെട്ടുമാക്കി ഒന്ന് വായിച്ചാട്ട്. ഹൂശായി അബ്ശലോമിനോട് പറഞ്ഞത് എന്തെന്നാൽ, അഹീതോഫേൽ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെ പോലെ ഉഗ്രമാനസന്മാരും ആകുന്നെന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു, അവൻ ജനത്തോടു കൂടെ രാപ്പാർക്കയില്ല. ദൈവത്തിന് സ്തോത്രം. അമ്മ മുകളിൽ അഹീതോഫേൽ ഈ അബ്ശാലോമിനോട് പറഞ്ഞത്, ആമേ നിന്റെ ഹല്ലേലൂയ അപ്പൻ ക്ഷീണിച്ചും ആധൈര്യപ്പെട്ടും ഇരിക്കുന്നു പറഞ്ഞപ്പോൾ ഇവിടെ ആമേൻ ഹൂശായി പറയുകയാണ്, നിന്റെ അപ്പൻ ആരാകുന്നു? യോദ്ധാവാകുന്നു. ദൈവത്തിന് മഹത്വം. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു, അവൻ ജനത്തോടെ രാപാർക്കയില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത അഭിഷിക്തനെതിരായി ദൈവം ഏൽപ്പിച്ച ദൗത്യം നിവർത്തിക്കപ്പെടുവാൻ കഴിയാതെ വണ്ണം നശിപ്പിക്കുവാൻ ശത്രു എഴുന്നേൽക്കുമ്പോൾ അതിന്റെ മധ്യേ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ 17-ന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. അപ്പോൾ സിംഹഹൃദയം പോലെ ഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഒരുങ്ങിപ്പോകും. നിന്റെ അപ്പൻ വീരനും അവനോട് കൂടെയുള്ളവൻ ശൂരന്മാരുമെന്ന് എല്ലാ ഇസ്രായേലും അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ അപ്പൻ വീരനും അവനോട് കൂടെയുള്ളവർ ശൂരന്മാരുമെന്ന് എല്ലാ ഇസ്രായേലും അറിയുമെന്ന് ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളും ആമേൻ ഹല്ലേലൂയ ഗർജിക്കുന്നവരായിരിക്കണം. ആമേൻ. സിംഹത്തെ പോലെ ഗർജിക്കുന്നവരായിരിക്കണം. ലോകത്തെ ഭയപ്പെടരുത്, ശത്രുവിനെ ഭയപ്പെടരുത്, എതിരാളികളെ കണ്ട് പിന്നോക്കം തിരിയരുത്. നാം മുൻപോട്ട് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാകയാൽ ആമേൻ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ വചനപ്രകാരം കർത്താവിന്റെ ആത്മാവിന്റെ നിയോഗത്താൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തു, ദൈവം എന്നെ വേർതിരിച്ചു, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിന്റെ വചനം വിളിച്ചു
പറയുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകർ വിടുതലിന് കാരണമായി തീരുവാൻ എന്റെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്ന ആ നിശ്ചയം പ്രാപിച്ചുകൊണ്ട് ഓരോ ദൈവമക്കളും മുൻപോട്ട് യാത്ര ചെയ്യുന്നു എങ്കിൽ നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ വലുവനായ ദൈവം നമ്മെ ഉപയോഗിച്ച് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും ആക്കി തീർക്കും എന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മനിയോഗത്താൽ ആലോചന വിളിച്ചു പറയുന്നു. മനം തളർന്ന് മനം ക്ഷീണിച്ച് ഭാരപ്പെട്ട് ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ ഉണർത്തപ്പെടുവാൻ, എഴുന്നേൽക്കുവാൻ, പ്രകാശിക്കുവാൻ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നിലകൊള്ളുവാൻ, കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ, ദൈവം ചെയ്ത നന്മകളെ, ദൈവം വിടുവിച്ച വിടുതലിനെ മറ്റുള്ളവരോട് ഹല്ലേലൂയ പ്രസ്താവിച്ച് മറ്റുള്ളവരുടെ മനം തണുപ്പിക്കുവാൻ, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ, മറ്റുള്ളവരെ ഉറപ്പിക്കുവാൻ, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ദൈവവൈദ്യനും ബാധ്യസ്ഥരാണ്. നമ്മെ ദൈവകരങ്ങളിൽ അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ ഈ അഹിതോബേൽ പറഞ്ഞ ആലോചന പോലെയല്ല ഹൂശായി പറയുന്ന ആലോചന. ഹൂശായിക്കറിയാം ദാവീദ് ആരാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് വീരനാണ്. അവനോട് കൂടി ഉള്ളവർ ശൂരന്മാരുമെന്ന് എല്ലാ ഇസ്രായേലും അറിയും. ഞാൻ ഇതൊരു ആലോചന പറയട്ടെ. ഇന്ന് ഈ രാജ്യത്തിന്റെ ലോക വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ആരാധിപ്പാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും ആക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ, നാം നിസ്സാരന്മാരല്ല. നമ്മൾ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച അഭിഷിക്തന്മാരാണ്, അഭിഷിക്തമാരാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ച കൃപകൾ അത് വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം നാം ഉണർത്തപ്പെട്ട് വ്യാപാരം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിപ്പാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ, അനേകരെ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഒരുക്കുവാൻ, അനേകരെ കർത്താവിനായി ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ ചേർത്ത് നിർത്തുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവമക്കൾക്കായി, ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഭാഗങ്ങളിൽ ചുരുക്കി പറയുകയാണ്. അപ്പോൾ ഈ വാർത്ത കേട്ട ഈ സംഭവം അഹിതോബേലിന് ആദ്യം ഈ ഹൂശായിയെ വിളിച്ച് ആലോചന ചോദിക്കുന്നതിൽ താല്പര്യമായിരുന്നു എങ്കിലും ആ 17-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ അഹിതോബേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിലേക്ക് ചെന്നു. വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടി ഞാന്ന് മരിച്ചു. അവന്റെ അപ്പന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെതിരെ ദുരാലോചന ഹല്ലേലൂയ കെട്ടിച്ചമയ്ക്കുന്നവർ, നമുക്കെതിരെ ദോഷം നിരൂപിക്കുന്നവർ, നമുക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, നമുക്കെതിരെ വ്യാജം പരത്തുന്നവർ, നമ്മെ നിന്ദിക്കുന്നവർ, നമ്മെ ദുഷിക്കുന്നവർ, നമ്മെ പരിഹസിക്കുന്നവർ, നമ്മെ തളർത്തുവാൻ ശ്രമിക്കുന്നവർ, നമ്മുടെ ആത്മീക വളർച്ചയെ മുരടിപ്പിച്ച് കളയുവാൻ ശ്രമിക്കുന്നവർ, ദൈവസഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർ, ആരാധനയെ മടിപ്പിക്കുന്നവർ, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തുന്നവർ, ആരാധനയെ അലക്ഷ്യമാക്കുന്നവർ ഇന്ന് ലോകവ്യാപകമായി ധാരാളം ഉണ്ട് എന്ന ആ വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ദൈവമാണ് വിളിച്ചത്, എന്നെ ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നത്, എന്നെ ദൈവമാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്, എന്നോട് വാക്കു പറഞ്ഞവൻ കർത്താവാണ്, എന്നോട് കൂടെ എന്റെ കർത്താവുണ്ട്, എനിക്ക് എന്റെ കർത്താവിൽ ജയമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദുരാലോചന പറഞ്ഞു കൊടുത്ത ഈ അഹിതോബേൽ, അതായത് നമുക്ക് ദൈവത്തിന് സ്തോത്രം തിരുവചനം പഠിക്കുമ്പോൾ അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 17-14. അപ്പോൾ അബ്ശലോമും എല്ലാ ഇസ്രായേലും അഹിതോഫെലിന്റെ ആലോചനയേക്കാൾ അർഘ്യനായ ഹൂശായിയുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു. അബ്ശലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിതോഫെലിന്റെ നല്ല ആലോചന വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. അഹിതോബേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ
വചനം കേൾക്കുന്ന എന്റെ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നാം ദൈവസന്നിധിയിൽ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് വിശ്വസ്തയോട്, നിർമ്മലതയോട്, നിഷ്കളങ്കതയോടെ, പരമാർത്ഥതയോടെ തിരുവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആത്മാവിന് വിധേയപ്പെട്ട് ദൈവമുഖം അന്വേഷിച്ചുകൊണ്ട് ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്നു എങ്കിൽ നമ്മിൽ പൂർത്തി വരുത്തുന്ന ഒരു കർത്താവ് നമുക്കായി ജീവിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് സ്തോത്രം. ഈ അഹിതോഫേലിന്റെ ആ നല്ല ആലോചനയെ എന്റെ ദൈവം വ്യർത്ഥമാക്കുവാൻ നിശ്ചയിച്ചിരുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അത് ദോഹയിലാകട്ടെ, അത് തായ്ലൻഡിലാകട്ടെ, അത് നേപ്പാളിലാകട്ടെ, അത് ബീഹാറിലാകട്ടെ, അത് കേരളത്തിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, അത് ലോകത്തിന്റെ ഏത് ഭാഗത്തുമാകട്ടെ, ദൈവത്തിന് മഹത്വം. ദൈവസഭയ്ക്കെതിരെ, ദൈവ മക്കൾക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ, ദൈവ പ്രവൃത്തിക്കെതിരെ എത്ര ശക്തികൾ എഴുന്നേറ്റാലും ആ ശക്തികൾ വിജയിക്കുകയില്ല, ആ ശക്തികൾ പരാജയപ്പെടും. എന്നാൽ ദൈവത്തിന്റെ സുവിശേഷം ഉയർന്നു വരും, ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരും, ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു വരും, ദൈവസഭ വളർന്നു വരും, അനേകർ കർത്താവിലേക്ക് കടന്നു വരുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. കാരണം ഇത് തോറ്റ മാർഗമല്ല, ഇത് പരാജയപ്പെട്ട മാർഗമല്ല. ദൈവസഭ പരാജയപ്പെടുത്തുവാൻ, ദൈവമക്കളെ ഹല്ലേലൂയ തളർത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഇവിടെ അഹിതോഫേലിന്റെ നല്ല ആലോചനയെ എന്റെ ദൈവം വ്യർത്ഥമാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിന് സ്തോത്രം. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 23:11. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായി, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. അതിന്റെ 12-ാം വാക്യം കൂടെ. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശബ്ദം ചെയ്തവർ 40-ലധികം പേർ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ ഭാഗം ഒന്ന് നിർത്തി ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം. അപ്പോസ്തലനായ പൗലോസിനെ ദൈവം തിരഞ്ഞെടുപ്പ് നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസിനെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ എന്തെന്ന് നമുക്കറിയാം. ഏതെല്ലാം കഷ്ടങ്ങളും പീഡകളും അനുഭവിച്ചു എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷക്കെതിരെ നേരിട്ട എല്ലാ എതിർപ്പുകളും നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ നമുക്കറിയാം. എന്നാൽ ഇവിടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധിയിൽ ഈ പൗലോസ് ആയിരിക്കുമ്പോൾ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക. ഞാൻ വ്യക്തമാക്കാം ദൈവമക്കളെ, നമ്മുടെ ഏത് ക്ലേശങ്ങളിലും, ഏത് പ്രയാസങ്ങളിലും, ഏത് നിരാശകളിലും, ഏത് ദുഃഖങ്ങളിലും, ഏത് വേദനകളിലും അനേകർ ഒരു പക്ഷെങ്കിൽ അകന്നു മാറിയേക്കാം. എന്നാൽ അടുത്തു വരുന്ന ഒരു കർത്താവിനെ അത്രേ നാം സേവിക്കുന്നത്. നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ഉണർത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ കൃപ ഏൽപ്പിക്കുന്ന, നമ്മെ പിന്നെയും മുൻപോട്ട് പോകുവാൻ നമ്മോട് പറയുന്ന, നമുക്ക് ധൈര്യം പറഞ്ഞു തരുന്ന ഒരു നല്ല കർത്താവിനെ അത്രേ നാം സേവിക്കുന്നത്. ഇവിടെ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ധൈര്യം നഷ്ടപ്പെട്ടവരായി, ഭയമോ ഭീതിയോ ഭരിക്കപ്പെട്ടവരായി, എങ്ങനെ മുൻപോട്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് വ്യാകുലപ്പെട്ട് ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായി തീരും, എൻ്റെ തലമുറയുടെ അവസ്ഥ എന്തായി തീരും, എൻ്റെ തലമുറയുടെ ഭാവി എന്തായി തീരും, എൻ്റെ സ്ഥിതി എന്തായി തീരും, എൻ്റെ സഭ എന്തായി തീരും, എൻ്റെ ദൈവമക്കൾ എന്തായി തീരും എന്ന് ചിന്തിച്ച് ആരെങ്കിലും ധൈര്യം ക്ഷയിച്ചവരായി ഈ വചനം കേൾക്കുന്നവർ ഇന്ന് ഈ ലൈനിൽ ഉണ്ട് എങ്കിൽ ഞാൻ വ്യക്തമാക്കട്ടെ, എൻ്റെ അരുമനാഥൻ ക്ഷീണിപ്പിക്കുന്ന ദൈവമല്ല, അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയുന്ന ദൈവമല്ല, അവൻ പുകയുന്ന തിരിയെ കെടുത്തി കളയുന്ന ദൈവമല്ല. എൻ്റെ കർത്താവ് നമ്മെ അവൻ വളർത്തുന്ന ദൈവമാണ്. ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. നമുക്ക് ധൈര്യം നൽകി തന്ന്, ബലം നൽകി തന്ന്, നമ്മളെ ഉന്മേഷവും ചൈതന്യവും നൽകി തന്ന്, നമ്മുടെ പ്രാണനെ തണുപ്പിച്ചുകൊണ്ട് നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മളെ ബലത്തോടെ നമുക്ക് ധൈര്യം പകർന്നു തന്ന് നമ്മെ നടത്തുന്ന ഒരു കർത്താവിനെ അത്രയും നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഈ കർത്താവിനെ നമുക്ക് പൂർണ്ണമായി ആശ്രയം വെക്കാം. എന്നിട്ട് പറയുന്നു, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു.
ദൈവത്തിന് സ്തോത്രം. സുവിശേഷ വേലയ്ക്കായി വേർതിരിക്കപ്പെട്ട ദൈവദാസന്മാരെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ, സത്യത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവത്താൽ ഹല്ലേലൂയ വിവിധ ഇടങ്ങളിൽ അയക്കപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഇടയായി തീർന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ആമേൻ. തുടർന്നും എൻ്റെ ദൈവം അനേക ഇടങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളാക്കി നിർത്തുവാൻ, അനേകരെ കർത്താവിലേക്ക് നയിപ്പാൻ, അനേകരെ ആമേൻ കർത്താവിലേക്ക് ആമേൻ വിടുവിച്ചെടുക്കുവാൻ, അനേകരെ തീർന്ന് വലിച്ച് രക്ഷിക്കുവാൻ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും ഉപയോഗിക്കും എന്നത് ആമേൻ വിശ്വാസാൽ ഏറ്റെടുത്തുകൊണ്ട് അതിനായി ഒരുക്കപ്പെടുക. ഇവിടെ പറയുന്നു, യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരണമാകുന്നു എന്ന് അരുളി ചെയ്തു. എന്നാൽ നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ചു പൗലോസിനെ കൊന്നുകളയുവോളം ഒന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ശപഥം ചെയ്തു. അവര് 40 അധികം പേർ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവിടെ ആമേൻ ഈ പതിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ എന്ന് പറഞ്ഞാൽ അനന്തരവൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനെ അറിയിച്ചു എന്ന് അതിന്റെ 16-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. ആമേൻ. ദൈവമക്കളെ, ഹല്ലേലൂയ, എവിടെയായിരുന്നാലും നമുക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഒരു സൈഡിൽ ശത്രു എഴുന്നേൽക്കുമ്പോൾ മറു സൈഡിൽ ഹല്ലേലൂയ നമുക്ക് അനുകൂലമായി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും എന്നത് ദൈവമക്കൾ മറന്നു കളയരുത്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ദൈവത്തിന് സ്തോത്രം. അതായത് പുരോഹിതന്മാരും മൂപ്പന്മാരും ന്യായാധിപൻ സംഘവും സഹസ്രാധിപന്മാരും ആമേൻ ഒക്കെ ആമേൻ നിറഞ്ഞിരിക്കുന്ന ഈ ആമേൻ സമയത്ത് ഈ പൗലോസിന് വേണ്ടി ആമേൻ ഒരു വ്യക്തിയെ ദൈവം ഒരുക്കുകയാണ്. ആരാ? സഹസ്രാധിപൻ. ആർക്ക്? ഫെലിക്സിന് എഴുത്തെഴുതി ആമേൻ കൊടുക്കുകയാണ്. ആമേൻ. പൗലോസിന് വേണ്ടി എന്ത് ചെയ്യണമെന്നത് നമുക്ക് ഭാഗം നന്നായിട്ട് അറിയാം. ഞാൻ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവചനം വായിക്കുന്ന ദൈവങ്ങളാണല്ലോ ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് 22:14 ഒന്ന് വായിച്ചാട്ട്. പ്രവൃത്തി 28:14. അവിടെ ബുദ്ധിയോനിയിലെത്തി അവിടെ അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമിലെത്തി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, കർത്താവ് എന്താ പറഞ്ഞത്? യെരൂശലേമിൽ നീ എന്നെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ റോമിലും നീ സാക്ഷീകരിക്കേണ്ടതാകുന്നു. എന്നാൽ അതിനെതിരെ 40-ലധികം ആമേൻ ആൾക്കാർ എഴുന്നേറ്റ് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല ശപഥം ചെയ്ത് ആമേൻ ഈ പൗലോസിനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ ആമേൻ ഇവിടെ 14-ാം വാക്യത്തിൽ പറയുന്നത് ആമേൻ പൗലോസ് റോമിൽ എത്തിയെന്ന് ആമേൻ പൂർത്തി വരുത്തുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. ജീവിത യാത്രയിൽ ആമേൻ ലക്ഷ്യം തെറ്റിക്കുവാൻ, വഴി തെറ്റിക്കുവാൻ, വഴിയിൽ തളർത്തുവാൻ, ക്ഷീണിപ്പിക്കുവാൻ, ഇല്ലായ്മയാക്കുവാൻ, നശിപ്പിക്കുവാൻ ശത്രുവിന്റെ പദ്ധതികൾ എത്ര ഒരുക്കിയാലും ദൈവത്തിന്റെ പദ്ധതി അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കും എന്നതിന് സംശയമില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഈ പൗലോസ് റോമിൽ എത്തി. എന്നിട്ട് ആമേൻ അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് ആമേൻ അഭ്യപുരവും ത്രിമണ്ഡപവും ആമേൻ അവിടെ എഴുതിയിരിക്കുന്നത് എതിരേറ്റ് വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരെ കണ്ടിട്ട് ആരെ? ഹല്ലേലൂയ. ഭക്തരെ എതിരേറ്റവരെ കണ്ടപ്പോൾ ദൈവത്തെ വാഴ്ത്തി അവർ ധൈര്യം പ്രാപിച്ചു. പൗലോസ് ഈ ദിവസങ്ങളിൽ അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, അന്യോന്യം അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഭീതി വരുമ്പോൾ, ഭയം വരുമ്പോൾ ആമേൻ നാം ധൈര്യം ഏറ്റെടുക്കണം. എൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ട്. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല. എൻ്റെ ദൈവം എന്നെ സഹായിക്കും. എൻ്റെ ദൈവം എന്നെ മറക്കുന്ന ദൈവമല്ല. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ദൈവം എന്നെ ഉപയോഗിച്ചു എങ്കിൽ വരും ദിനങ്ങളിൽ എൻ്റെ ദൈവം എന്നെ മാനിക്കും, എന്നെ ഉപയോഗിക്കും, എന്നെ സഹായിക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞ്, എൻ്റെ ഭാരം അറിഞ്ഞ് എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും, എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും എന്ന് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ധൈര്യം പ്രാപിക്കുവാൻ ഈ
ഈ സമയം എൻ്റെ ദൈവമക്കളെ ഞാൻ ആമേൻ കർത്താവിലേക്ക് ഞാൻ ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുകയാണ്. ധൈര്യം പ്രാപിക്കണം. ധൈര്യം പ്രാപിക്കുന്നതിന് മുൻപ് ദൈവത്തെ വാഴ്ത്തണം, ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതൽ എങ്ങും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അതിന്റെ 28, 23 വാക്യം ഒന്ന് വായിച്ചാട്ട്. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണം പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞു, ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അപ്പോൾ കർത്താവ് പോഷ്കു പറയുന്ന ദൈവമല്ല. ദൈവം ഒന്ന് പറഞ്ഞാൽ അത് പൂർത്തീകരണം എത്തിക്കുന്ന ദൈവമാണ്. ദൈവം ഒരാലോചന പറഞ്ഞു എങ്കിൽ ആലോചനയെ ദൈവം നിവർത്തിക്കുന്ന ദൈവമാണ്. അരുൾ ചെയ്ത ദൈവം ആമേൻ അത് അനുഷ്ഠിക്കുന്ന ദൈവമാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തം പാലിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ വചന ശബ്ദം കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ദൈവം ആമേൻ ദൈവഹിതത്തെ കുറിച്ച് എന്തെങ്കിലും വാഗ്ദത്തം തന്നിട്ടുണ്ട്, ആ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് ആ വാഗ്ദത്ത നിവർത്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വരും ദിനങ്ങളിൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എൻ്റെ ദൈവം നയിക്കും എന്ന് വിശ്വസിച്ച് എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. കർത്താവിൽ ധൈര്യപ്പെട്, കർത്താവിൽ ബലപ്പെട്. എൻ്റെ ദൈവനെ മാനിക്കും, എൻ്റെ ദൈവനെ ഉപയോഗിക്കും, എൻ്റെ ദൈവനെ അയക്കും, എൻ്റെ ദൈവം എന്നെ കൂടി സംസാരിക്കും, എൻ്റെ ദൈവം എന്നെ കൂടി അനേക ജീവിതങ്ങളെ കർത്താവിലേക്ക് നയിപ്പാൻ, സുവിശേഷം പറയുവാൻ, കർത്താവ് എന്നെ നടത്തിയ വിധങ്ങൾ, എന്നെ വിടുവിച്ച വിടുതലിന്റെ സാക്ഷ്യം പറയുവാൻ എൻ്റെ ദൈവത്താൽ ആമേൻ ഞാൻ ഉപയോഗിക്കപ്പെടും എന്ന് വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എന്നെ ആക്കിയിരിക്കുന്ന ദേശത്ത്, എന്നെ ആക്കിയിരിക്കുന്ന ഇടങ്ങളില്, എന്നെ ആക്കിയിരിക്കുന്ന സഭയില്, എന്നെ ഹല്ലേലൂയ ആക്കിയിരിക്കുന്ന ജോലി സ്ഥലത്ത് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി വിളങ്ങും, തിളങ്ങും, പ്രകാശിക്കും, കർത്താവിന്റെ സാക്ഷ്യം വഹിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് ആയുധത്തിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവമക്കളെ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എത്ര പ്രതിസന്ധികൾ ഉയർന്നാലും, എത്ര പ്രതികൂലങ്ങൾ ഉയർന്നാലും എൻ്റെ കർത്താവിന്റെ ആമേൻ നാമം ആമേൻ ഒരിക്കലും താണു പോകുകയില്ല. ആമേൻ ദൈവത്തിന്റെ നാമം ഉയർന്ന നാമമാണ്, ഉന്നത നാമമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഹല്ലേലൂയ പ്രവാചക പുസ്തകങ്ങളും, അതായത് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. എന്നാൽ ആ പൂർത്തീകരണത്തിൽ എത്തിക്കാതിരിപ്പാൻ ശത്രു, നമ്മൾ അറിഞ്ഞല്ലോ, 40-ൽ പരം പേര് തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല എന്ന് ശപഥം ചെയ്ത് പൗരനെ കൊന്നു കളയുവാൻ ആമേൻ അതിന് ലക്ഷ്യമിട്ടിരിക്കുക. എന്നാൽ അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എൻ്റെ ദൈവം നമ്മെ കുറിച്ച് നിർണയിച്ചിരിക്കുന്നത് നിവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവമക്കളെ. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിന് സ്തോത്രം. അതിൽ 28 വാക്യം ഒന്ന് വായിച്ചാട്ട്. 28, 28. ആകയാൽ ദൈവം തന്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവൻ കേൾക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. എന്നിട്ട് അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വന്നവരെയൊക്കെയും കൈക്കൊണ്ടു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം ആമേൻ പൗലോസിനെ ദൈവം ഉപയോഗിപ്പാൻ പദ്ധതി ഇട്ടിരിക്കുമ്പോൾ അതിന്റെ പൂർത്തീകരണം വരുത്താതെ ഇരിപ്പാൻ ശത്രു മറു സൈഡിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ദൈവം ആമേൻ ശത്രുവിന്റെ പദ്ധതികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവം നിവർത്തിച്ച അരുളപ്പാട് ആമേൻ വാഗ്ദത്തം നിവർത്തിച്ച് പൂർത്തീകരണം എത്തിക്കുന്ന ദൈവമെന്ന് ആമേൻ നാം ഇവിടെ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കുവാൻ കഴിയുന്നു. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് ആമേൻ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ വിശ്വസിക്ക്, എൻ്റെ അടുക്കൽ ചിലരെ ദൈവം അയക്കും. ആശ്വാസമറ്റവര്, പ്രതീക്ഷ നഷ്ടപ്പെട്ടവര്, നിരാശയിൽ കഴിയുന്നവര്, രോഗത്താൽ ഭാരപ്പെടുന്നവര്, ഞെരുക്കം അനുഭവിക്കുന്നവര്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര്, സമാധാനം നഷ്ടപ്പെട്ടവര്, ആശ്വാസം നഷ്ടപ്പെട്ടവര്, ഹല്ലേലൂയ ആമേൻ എൻ്റെ അടുക്കൽ ദൈവം ചിലരെ അയക്കും. എത്ര പേര് വിശ്വസിക്കുന്നു?
ഹല്ലേലൂയ, അവർക്ക് ഞാൻ ഒരു ആശ്വാസമായി തീരും, അവർക്ക് ഞാൻ ഒരു വിടുതലായി മാറും. ആമേൻ. ഒരുപക്ഷെ പാട്ടിൽ കൂടി ആയിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥനയിൽ കൂടി ആയിരിക്കാം, ഒരുപക്ഷെ സാക്ഷ്യത്തിൽ കൂടി ആയിരിക്കാം, ഒരുപക്ഷെ പ്രബോധനത്തിൽ കൂടി ആയിരിക്കാം, എന്റെ ദൈവത്തിന്റെ പൈതൽ നമ്മുടെ ജീവിതം മൂലമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അടുക്കൽ ദൈവം ഈ ദിനങ്ങളിൽ ചിലരെ അയക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഈ 2025 തീരും മുൻപേ നമ്മൾ ആയിരിക്കുന്ന കൂടിവരവിൽ, കൂട്ടായ്മയിൽ ആമേൻ, ദൈവം പുതിയ ജീവിതങ്ങളെ കൊണ്ടുവരും എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇവിടെ പറയുന്നു 2 സംവത്സരം മുഴുവൻ പാർത്തെന്ന് തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ടു. ഈ ദിവസം കൈക്കൊള്ളാൻ തയ്യാറാകണം, ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം, ഏറ്റെടുക്കുവാൻ തയ്യാറാകണം, ചേർത്ത് പിടിക്കുവാൻ തയ്യാറാകണം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ അറിയാം, ആമേൻ, ശൗൽ രാജാവിനോട് ആമേൻ ആലോചന കൊടുത്തത് അമാലേക്കരെ മുഴുവൻ എന്ത് ചെയ്യണം? നശിപ്പിക്കണം, എല്ലാത്തിനും നശിപ്പിക്കണം. പക്ഷെങ്കിൽ അദ്ദേഹം ചെയ്ത പരിപാടി എന്തുവാ? അതിന് തലവനെയും കൊഴുത്തതിനെയും ആമേൻ കൊല്ലാതിരുന്നിട്ട് കഴിവില്ലാത്തതിനെയും ഹല്ലേലൂയ ശക്തിയില്ലാത്തതിനെയും ക്ഷീണിച്ചതിനെയും ഒക്കെ കൊന്നു കളഞ്ഞു. എന്നാൽ പിന്നത്തേതിൽ ഹല്ലേലൂയ തനിക്കത് കെണിയായി മാറിയത് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് ഈ ഹല്ലേലൂയ വചനം കേൾക്കുന്ന എന്റെ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ആമേൻ ചില ജീവിതങ്ങളെ ആമേൻ ഉൾക്കൊള്ളുവാൻ, ചേർത്ത് പിടിക്കുവാൻ, മാറോട് ചേർക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, ആമേൻ നിരാശ വാക്കുകളല്ല, പരാജയ വാക്കുകളല്ല, ദൈവം ചെയ്ത ഉപകാരങ്ങളെ സാക്ഷീകരിക്കണം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവം അത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നേ. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ, വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഇതിൽ ഒഴിവുള്ളവരല്ല. നമ്മൾ പ്രാഗൽഭ്യത്തോടെ, വിഘ്നം കൂടാതെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം മടി കൂടാതെ, ലജ്ജ കൂടാതെ, നാണിക്കാതെ എവിടെയും ദൈവം അവസരങ്ങൾ ഒരുക്കുമ്പോൾ ആമേൻ സുവിശേഷം പറയുവാൻ, കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ, കരുണ കാണിക്കുവാൻ, മനസ്സലിവ് കാണിക്കുവാൻ, സ്നേഹം കാണിക്കുവാൻ, ആദരവ് കാണിക്കുവാൻ, ഹല്ലേലൂയ, മുറിവുകൾ കെട്ടുവാൻ, ഭാരങ്ങൾ വഹിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആമേൻ നമുക്കറിയാം, ഹബക്കൂക്കിന്റെ പ്രവാചകൻ, ഹബക്കൂക്ക് പ്രവാചകൻ അതിന്റെ 3:2 പറയുന്നു, യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ കാണിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആണ്ടുകൾ കഴിയും മുൻപേ, അപ്പോൾ ഇങ്ങനെ വിശ്വസിക്ക്, ഈ 2025 തീരും മുൻപേ ആമേ ഞാൻ ചില ജീവിതങ്ങളെ കർത്താവിലേക്ക് നേടും. ഞാൻ ചില ജീവിതങ്ങളോട് സാക്ഷ്യം പറയും. ഞാൻ ജീവിതങ്ങളോട് എൻ്റെ കർത്താവ് നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയും. ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് പ്രാഗൽഭ്യത്തോടെ, വിഘ്നം കൂടാതെ എൻ്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം പറയും. ഞാൻ ആമേ ചിലർക്ക് അനുഗ്രഹമായി മാറും. ദൈവങ്ങളെ, നമ്മളെ അതിനകത്ത് ആക്കി വെച്ചിരിക്കുന്നത് നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കാൻ, മുറിവുകൾ കെട്ടുവാൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ഞാനൊരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹബക്കൂക്ക് 2:2 വാക്യം. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതി ഓടിച്ചു വായിപ്പാൻ തക്കോണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്ക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നീ ദർശനം എഴുതുക. ഈ നാളുകളിൽ ദൈവമക്കൾ ദർശനം പ്രാപിക്കാറുണ്ടോ? വെളിപ്പാട് കാണാറുണ്ടോ? ദൈവശബ്ദം കേൾക്കാറുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. വെളിച്ചം അനുഭവിക്കാറുണ്ടോ? ദൈവത്തോട് സംസാരിക്കാറുണ്ടോ? ദൈവശബ്ദം കേൾക്കാറുണ്ടോ? ദൈവിക സാന്നിധ്യം അനുഭവിക്കാറുണ്ടോ? ദൈവകൃപ വ്യാപാരം ചെയ്യാറുണ്ടോ? ആമേൻ, പുതുഭാഷകൾ സംസാരിക്കാറുണ്ടോ? ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിന്റെ ശക്തി പുതുക്കുവാൻ തയ്യാറാണോ? ഇവിടെ പറയും ദർശനം എഴുതുക. ദൈവത്തിന് ഈ ദിവസങ്ങളിൽ ഓരോ ദൈവമക്കളും ദർശനം പ്രാപിച്ചവരായിരിക്കണം. ദർശനം പ്രാപിച്ചവരായിരിക്കണം. എന്നിട്ട് ദർശനം എഴുതി വെക്കണം. ദർശനം എഴുതണം. ഹല്ലേലൂയ. എനിക്കറിയാം, നമ്മുടെ ദൈവത്തിന് സ്തോത്രം,
ആകപ്പെ ആമേൻ ആള് നമ്മുടെ സീനിയർ പാസ്റ്റർ ആമേൻ ഷാജിക്ക ദാനിയേൽ പാസ്റ്റർ അദ്ദേഹം തന്റെ അനുഭവത്തിൽ കൂടി 100-ൽ പരം പാട്ടുകൾ എഴുതി ഹല്ലേലൂയ എന്നത് ദൈവങ്ങൾക്കറിയാം. ആ പാട്ടുകളൊക്കെ പല പാട്ടുകളും പുറത്തിറങ്ങി. ആ പാട്ടുകളൊക്കെ അനേകർക്ക് അനുഗ്രഹമാണ്. അത് ആമേൻ ദൈവം കൊടുത്ത ദർശനം, ദൈവം കൊടുത്ത ആലോചന, ദൈവം കൊടുത്ത വാക്കുകൾ അത് പാട്ടുകളാക്കി അത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവത്താൽ ഭക്തരെ ഉപയോഗിച്ചു എങ്കിൽ ഈ വചനം കേൾക്കുന്നതിന് ദൈവത്തിന്റെ മക്കളെ നമ്മൾ എല്ലാവരും അനുഭവം ഉള്ളവരാ കേട്ടോ. ഒന്നല്ലെങ്കിൽ വേറൊരു നിലയിൽ അനുഭവമുള്ളവരാ. ഈ ദിവസങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നമ്മൾ മറച്ചു വെക്കാതെ വേണം നമ്മൾ മറ്റുള്ളവർക്കത് വ്യാപാരം ചെയ്ത് അനുഗ്രഹമാക്കി തീർക്കുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ നമ്മെ സമർപ്പിച്ചു കൊടുക്കണം. ദർശനം എഴുതുക, എന്നിട്ട് പറയുന്നു ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കില്ലെന്ന്. ഈ വചനം എത്ര പേര് ഏറ്റെടുക്കും? എന്നോടുള്ള ദൈവത്തിന്റെ വാക്തത്വം, എന്നോടുള്ള ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കപ്പെടും. എനിക്കറിയാം സമയം പോയി, ഞാൻ നിർത്താൻ പോകുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിന് വരുവനായി ഒരുങ്ങാം. തലയാവുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഓരോ അവയവങ്ങളായിരിക്കുന്ന ഓരോ ദൈവമക്കളും ആമേൻ, അതായത് ജീവനുള്ള മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളായ നാം ദിവസങ്ങളിൽ ദൈവത്തിനായി പ്രയോജനപ്പെടുവാൻ നമ്മെ സമർപ്പിച്ചുകൊണ്ട് പൂർത്തി വരുത്തുന്ന നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. നമ്മെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാം. വലുവനായ ദൈവം ഈ വചനങ്ങളെ നമ്മെ അനുഗ്രഹിച്ച് കർത്താവിനവരായി ഒരുക്കട്ടെ. ഉണർന്ന് നമുക്ക് പ്രകാശിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവസരം നിന്ന ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ശക്തമായി ഇന്ന് രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തീകരിച്ചല്ലോ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ ആരംഭം ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പൂർത്തീകരിക്കുന്നതും ക്രിസ്തുവാണ്. സ്തോത്രം. ഒരു മനുഷ്യ ശക്തിയാൽ ആ വിശ്വാസം പൂർത്തീകരിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് പൗലോസ് പറഞ്ഞത്, അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം എന്നെ കാക്കുവാൻ അവൻ ശക്തനെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മെ അവസാനത്തിലേക്ക് എത്തിക്കുന്നതും യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി സ്തോത്രം, ഈ ദൈവവചനം കേൾപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചുവല്ലോ. സ്തോത്രം. അത് നമ്മെ ആരംഭത്തിൽ നിന്ന് അവസാനത്തിലേക്ക് വിശ്വാസത്താൽ നയിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവം ഇന്ന് രാത്രി സഹായിച്ചു. അതുകൊണ്ടാണ് സ്തോത്രം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ. അനേകർ ഓടി തളർന്ന് ഹല്ലേലൂയ സ്തോത്രം തോറ്റുപോയടത്ത്, പിന്തിരിഞ്ഞു പോയടത്ത് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിന് പൂർത്തി വരുത്തുന്ന കർത്താവിലേക്ക് നോക്കി നമ്മുടെ ഓട്ടം ഓടുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിന് നമ്മളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ എല്ലാവരും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവിന്റെ ദാസനെ, തന്റെ കുടുംബത്തെ, തന്റെ പ്രവർത്തനത്തെ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെ വിശ്വാസം കാപ്പാൻ. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ വിശ്വാസം കാപ്പാൻ വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവേ നോക്കി. വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ നോക്കി ഞാൻ പാർത്തിടുന്നേ. യേശുവൻ പ്രിയേ, ക്രിസ്തേശുവൻ പ്രിയേ, യേശുവെ പോൽ വേറെ യേശുവൻ പ്രിയേ, ക്രിസ്തേശുവൻ പ്രിയേ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. പർവ്വതമാം സമപ്രശ്നങ്ങളാലേ നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോ, പർവ്വതമാകുന്ന പ്രശ്നങ്ങളാലേ
നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോൾ നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കും എന്നെ അനുദിനവും. നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കും എന്നെ അനുദിനവും. യേശുവൻ പ്രിയേ, ക്രിസ്തേശുവൻ പ്രിയേ, യേശുവെ പോൽ വേറെ പ്രിയനില്ലയേ. യേശുവൻ പ്രിയേ, ക്രിസ്തേശുവൻ പ്രിയേ, യേശുവെ പോൽ വേറെ പ്രിയനില്ലയേ. പാടും ഞാൻ യേശുവിനതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. പാടും ഞാൻ യേശുവിനതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. പാവനാമം ചട്ടമെന്റെ കീർത്തനങ്ങളാലെ നാൾ തോറും അവനെ ഞാൻ ധ്യാനിക്കുന്നേ. പാവനാമം ചട്ടമെന്റെ കീർത്തനങ്ങളാലെ നാൾ തോറും അവകളെ ധ്യാനിക്കുന്നേ. യേശുവൻ പ്രിയേ, ക്രിസ്തേശുവൻ പ്രിയേ, യേശുവെ പോൽ വേറെ പ്രിയനില്ലയേ. യേശുവൻ പ്രിയേ, ക്രിസ്തേശുവൻ പ്രിയേ, യേശുവെ പോൽ വേറെ പ്രിയനില്ലയേ. പ്രൈസ് ദി ലോർഡ്. ആ പൂർത്തീകരിക്കുന്നവനായ ഈ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ, ആ വിശ്വാസ ജീവിതം നമ്മളിൽ ആരംഭിപ്പാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായി ഒരു സമർപ്പണത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. അനേകർ ഓടി തളർന്നു പോയ, അനേകർ പിന്തിരിഞ്ഞു പോയ മാർഗമാണ്. പലരും ജഡത്തിൽ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ സ്തോത്രം, നമ്മുടെ ഓട്ടം വിശ്വസ്തയോടെ ഓടിത്തറയ്ക്കുവാൻ, ആ പൂർത്തീകരിക്കുന്ന ക്രിസ്തുവിനെ നോക്കി മുമ്പോട്ട് പോകുവാൻ സ്വർഗം നമ്മെ സഹായിക്കേണ്ടതിന് ഇന്ന് രാത്രി എല്ലാവരും ഒരു സമർപ്പണത്തോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് കേൾപ്പിച്ച വചനത്തെ ധ്യാനിച്ചുകൊണ്ട് പാസ്റ്റർ ചാക്കോ ആന്റണി ചുരുക്കമായി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. സർവശക്തനും നിത്യനുമായ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അപ്പാ, ഈ പകൽക്കാലം ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർക്കുന്നു. ഈ രാത്രിയിൽ കർത്താവെ അവിടുത്തെ വചനവുമായി അഭിഷിക്തദാസന്മാർ ഞങ്ങളുടെ മധ്യ കടന്നു വരികയും ഇന്നത്തെ ആരാധന അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുവാനിടയായതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്റ്റാൻലി പാസ്റ്ററിലൂടെ ഞങ്ങളെ കർത്താവെ വർഷിപ്പ് ലീഡ് ചെയ്യുവാനും പ്രിയദാസനെ അവിടുന്ന് അഭിഷേകം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ശക്തമായ കർത്താവെ കരുതലോടെ ഞങ്ങളെ അവിടുത്തെ വചനവുമായി സി വി എബ്രഹാം പാസ്റ്റർ ഞങ്ങളുടെ മധ്യം നിർത്തിയതിനായി സ്തോത്രം. അഭിഷിക്തദാസനിലൂടെ ഞങ്ങളുടെ ഇന്നുള്ള അവസ്ഥകളെല്ലാം മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഏതെല്ലാം പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ തിരുവനന്തപുരത്തേക്ക് നോക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്ന വിധങ്ങളായി സ്തോത്രം. കർത്താവെ, നീതിയിലൂടെ അപ്പൊ ഞങ്ങൾ തീയിലൂടെ കടന്നു പോകുമ്പോൾ, നദിയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവ് യേശു ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം തന്റെ ജീവിതത്തിൽ നടത്തിയിട്ടും കർത്താവെ യേശുവിനെതിരെ ചിലർ കർത്താവ് വട്ടം കൂടിയെങ്കിൽ, കർത്താവെ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ യാത്രാമധ്യേ കർത്താവെ തടയിടുവാൻ ശത്രു എത്ര വലിയ പദ്ധതി ഒരുക്കിയെങ്കിലും ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പൗലോസിനെ എത്തിച്ച ഒരു കർത്താവ്, ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണപ്പാ. ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പോകുന്ന യാത്രാമധ്യേ ഞങ്ങളുടെ മുൻപിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുകയും ഞങ്ങളുടെ പ്രതികൂലങ്ങളെല്ലാം തെരുവ് സന്നിധിയിൽ മുഴങ്കാലും അടക്കി ദൈവിക ആലോചനകൾ കേൾപ്പാൻ, ദൈവ ശബ്ദം കേൾപ്പാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ. ഹബക്കൂക്കിനെ പോലെ കർത്താവെ, നിന്റെ സന്നിധിയിൽ ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കത്തക്കവണ്ണം ഞങ്ങളെ ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും അവിടുത്തെ സന്നിധിയിൽ തന്നെ ആയിരിക്കാൻ, അനേകർ പിന്മാറിപ്പോയ മണ്ഡലങ്ങളിൽ ഞങ്ങൾ വിശ്വസ്തയോടെ ഉറച്ചു നിൽപ്പാൻ കർത്താവെ, ഞങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അതിന്റെ അവസാനത്തോളം തികയാൻ തക്കവണ്ണം ഞങ്ങളോട് കൂടെയുള്ളവനുമായി കർത്താവെ അഭേദ്യ ബന്ധത്തിൽ മുന്നേറുവാൻ ഞങ്ങൾ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഇന്ന് കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന പച്ച. അവിടുന്ന് കർത്താവെ അവിടുത്തെ ശബ്ദം കേൾപ്പിച്ച പോലെ ഓരോ ദിവസം അവിടുത്തെ ദർശനങ്ങൾ എഴുതുവാൻ, സ്വപ്നങ്ങൾ കർത്താവെ ഞങ്ങൾ
പ്രാപിക്കുവാൻ, ദൈവശബ്ദം പ്രാപിപ്പാൻ, അന്നേക്ക് വേണ്ട മന്ന ഞങ്ങൾ പ്രാപിപ്പാൻ അവിടുന്ന് സഹായിക്കണം. ഇന്ന് മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവരും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവ് എല്ലാവരും പാസ്റ്റർക്ക് സ്തോത്രം ചെയ്യുന്നു. ദാസിനെ അവിടുന്ന് ഇത്രത്തോളം ഈടിയുവാനും കർത്താവെ ഈ പ്രവർത്തനത്തിന് മുന്നും ചുക്കാൻ പിടിക്കാൻ കർത്താവ് സഹായിച്ചു. പ്രത്യേകിച്ച് സാജി പാസ്റ്ററോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അധ്യാപകന്മാരെ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നപ്പ, അടുത്ത ദിവസങ്ങളിൽ നിന്റെ ശക്തമായ സാന്നിധ്യങ്ങൾ നിറയ്ക്കണം. ദൈവീതമാണെങ്കിൽ നാളെ പകൽക്കാലം നടക്കുന്ന എല്ലാ ആരാധനയിലും അവിടുത്തെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്കായി ജീവനിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ ചാക്കോ ആന്റണി. ദൈവം സഹായിക്കട്ടെ. ഇന്ന് ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം. തുടർന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമ്മുടെ സമയം ഇത്ര അതിക്രമിച്ചു എങ്കിലും സ്തോത്രം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സാക്ഷി പറയുവാനും സ്തോത്രം പരിചയപ്പെടുത്തുവാനും ഒക്കെയുള്ള സമയമുണ്ട്. ദൈവം എല്ലാം ചന്തവും ഉചിതവുമായി നടക്കട്ടെ. ഒരു സഹോദരി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവന ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയ സിസ്റ്റർ ബീന ജോസ് താന് ഇപ്പോൾ ഒരു ഭാവന അവതരിപ്പിക്കും. താന് ഒരു ദൈവദാസിയാണ്, ഒരു കർത്താവിന്റെ ദാസന്റെ കുടുംബിനിയാണ്. ദൈവം സഹായിക്കട്ടെ. ഈ സമയത്തും ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ കാണിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം. ദൈവം തന്നെ സഹായിക്കട്ടെ. പ്രിയ സഹോദരിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ലീഡ് ചെയ്യുന്ന ദൈവദാസൻ, മറ്റെല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ ഭാവനയുടെ പേര് എനിക്കുള്ള ഓഹരി. പതിവ് പോലെ ഞാൻ രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്നു രാത്രി മരിച്ചാൽ അങ്ങയോട് ചേരുവാൻ എന്നെ സഹായിക്കണമേ. അല്ല, അങ്ങ് ഇപ്പോൾ വന്നാൽ അങ്ങയോടൊപ്പം എന്നെ ചേർത്തു കൊള്ളണമേ. ഞാൻ സമയം നോക്കി. രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഒരു പാട്ടിന്റെ ചില വരികൾ ഞാൻ പാടി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. 1000-10,000 അതിസുകുമാരനവൻ, എനിക്കോ അതിസുകുമാരനവൻ. പാട്ടും പാടിക്കൊണ്ട് ആശ്വാസത്തോടെ ഞാൻ ഉറങ്ങാൻ കിടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ എന്തോ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. ദൂതന്മാരുടെ പാട്ടാണല്ലോ ആ കേൾക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചു. അതെ, കർത്താവിന്റെ ഗംഭീരനാദവും ദൂതന്മാരുടെ ശബ്ദവും കാഹളനാദവും എല്ലാം കേൾക്കുന്നു. ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദവും ഞാൻ കേട്ടു. പെട്ടെന്ന് എനിക്ക് ചിറകുകൾ വെച്ചതുപോലെ ഞാനിതാ ആകാശത്തേക്ക് ഉയരുന്നു. ഞാൻ അപ്പോൾ താഴോട്ട് നോക്കി. ഭൂമിയിൽ കൂട്ട നിലവിളികളും വാഹനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ശബ്ദവും അമ്പരപ്പിക്കുന്ന ഭീതിയും ഞാൻ കണ്ടു. കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഞാൻ കർത്താവിന്റെ അടുക്കലെത്തി. ഞാൻ നോക്കിയപ്പോൾ മരിച്ചുപോയ അനേക വിശുദ്ധന്മാരും എന്നോടൊപ്പം ദൈവത്തെ ആരാധിച്ച വിശുദ്ധന്മാരുമുണ്ട്. എല്ലാവരും കൂടെ കർത്താവിനോടൊത്ത് വലിയൊരു കൂട്ടമായി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശഗോളങ്ങളും എല്ലാം താണ്ടി യാത്ര ചെയ്യുകയാണ്. ദൂതന്മാർ അപ്പോഴും പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധന്മാരോട് ഒരുമിച്ച് ദൂതന്മാരും കർത്താവും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് സ്വർഗത്തിലെത്തി. ആ മനോഹരമായ മുത്തുകൾ പോലെ തിളങ്ങുന്ന ആ കൊട്ടാരത്തിന്റെ ശോഭ കണ്ട് ഞാൻ എന്നെ തന്നെ മറന്ന് അമ്പരന്ന് നിന്നുപോയി. വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലം നൽകുന്ന സമയമായി എന്നൊരു ദൂതൻ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ അമ്പരപ്പിൽ നിന്നും ഞെട്ടി ഉണർന്നത്. നോക്കിയപ്പോൾ അതാ എല്ലാവരും അവരവർക്ക് ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് പോകുന്നു. ഞാനും അവരോടൊപ്പം എനിക്കുള്ള ഇരിപ്പിടത്തിൽ പോയിരുന്നു. കർത്താവ് സിംഹാസനത്തിൽ പ്രസന്നവദനായി തേജസ്സേറിയ ശോഭയോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് തന്റെ പക്കലുള്ള പുസ്തകങ്ങൾ തുറന്നു. കർത്താവിന്റെ അടുക്കൽ തേജസ്സുള്ള അനേക കിരീടങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ രത്നങ്ങളുടെ തിളക്കം എന്റെ കണ്ണുകളിൽ പതിഞ്ഞു. പല വർണ്ണങ്ങളിലും മനോഹാരിതയിലും തിളങ്ങുന്ന ആ കിരീടങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അതിൽ ഏറ്റവും ഭംഗി കൂടിയ കിരീടം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഉള്ളിൽ മന്ത്രിച്ചു. പെട്ടെന്ന് കർത്താവിന്റെ ഇമ്പമേറിയ സ്വരം ഞാൻ കേട്ടു. ഓരോരുത്തരുടെയും പേരുകൾ പ്രതിഫലം നൽകാനായി വിളിക്കുന്നതാണത്. ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരുന്നു. അടുത്തത് എന്റെ പേരായിരിക്കും. വിശുദ്ധനായ പൗലോസ് എന്ന് പേർ വിളിച്ചപ്പോൾ എല്ലാവരും ഒരുമിച്ച് കരങ്ങളടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. അദ്ദേഹം എല്ലാവരെയും നോക്കി വണങ്ങിക്കൊണ്ട് കർത്താവിന്റെ അടുക്കലേക്ക് ചെന്ന് ആ പാദത്തിൽ വീണ് ചുംബിച്ചു. കർത്താവ് തന്റെ കരങ്ങൾ നീട്ടി തലോടിക്കൊണ്ട് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വളരെ മനോഹരമായ കിരീടങ്ങളും മറ്റനേകം പ്രതിഫലങ്ങളും അദ്ദേഹത്തിന് സമ്മാനിച്ചു. വീണ്ടും വിശുദ്ധനായ പത്രോസ്, മത്തായി, യോഹന്നാൻ അങ്ങനെ അനേകരുടെ പേരുകൾ വിളിച്ചു. വന്ന് എന്റെ അടുക്കലിരുന്ന ദൈവത്തെ ആരാധിച്ച കല്യാണി ചേച്ചിയുടെ പേരും കർത്താവ് വിളിച്ചു. അടുത്തത് എന്റെ പേരാണല്ലോ എന്നോർത്തപ്പോൾ എന്റെ നെഞ്ചിടിപ്പ് കൂടി. ഏത് കിരീടമായിരിക്കും എനിക്ക് തരിക? എന്റെ പേര് വിളിക്കുമ്പോൾ എത്ര പേർ കൈയടിക്കും എന്നെല്ലാം ചിന്തിച്ച് അല്പം കൂടി അടുത്തേക്ക് ഞാൻ നീങ്ങിയിരുന്നു. എന്നാൽ എന്റെ പേര് വിളിക്കേണ്ട സ്ഥാനത്ത് അപ്പുറത്തിരുന്ന ത്രേസ്യാമ്മ ചേച്ചിയുടെ പേരും വിളിച്ചു.
ഞാൻ വളരെ ദയനീയതയോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. കർത്താവ് ഒന്നും മിണ്ടിയില്ല. കിരീടങ്ങൾ ലഭിക്കുന്നവർ ആനന്ദ അശ്രുക്കൾ പൊഴിച്ച് കർത്താവിന്റെ പാദത്തിൽ ചുംബിച്ചിട്ട് തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ പോയിരുന്നു. അവസാനം കിരീടങ്ങളെല്ലാം കഴിഞ്ഞു. ചില ചെറിയ ചെറിയ സമ്മാനങ്ങൾ മാത്രം ബാക്കിയുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ല എന്ന ആശയോടെ ഞാനിരിക്കുമ്പോൾ എന്റെ പുറകിലിരുന്ന ചിലർക്കൊക്കെ ആ സമ്മാനങ്ങൾ കൊടുത്തു. അവസാനം ഞാനും വിരലിൽ എണ്ണാവുന്ന ചിലരും മാത്രം ബാക്കിയായി. ഞാൻ പരിസരം നോക്കാതെ ഏങ്ങലടിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, എന്റെ കൂടെ ഇരുന്ന് ആരാധിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും അങ്ങ് കിരീടം കൊടുത്തല്ലോ. എനിക്ക് ഒരു ചെറിയ സമ്മാനം പോലും തന്നില്ലല്ലോ. കർത്താവ് എന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മകളെ, നിനക്ക് ഇത്രയും കാലം ജീവിക്കുവാൻ ഞാൻ ആരോഗ്യവും ആയുസ്സും തന്നു. എത്ര പേരോട് എന്നെ കുറിച്ച് പറഞ്ഞ് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുന്നതിൽ നീ വിശ്വസ്തത കാണിച്ചു. നിന്റെ രോഗത്തിലും ഭാരത്തിലും ദുഃഖത്തിലും ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചില്ലേ? നിനക്ക് കടന്നു പോകുവാൻ കഴിയാതിരുന്ന വഴികളിൽ ഞാൻ എന്റെ തോളിൽ നിന്നെ വഹിച്ചില്ലേ? നിനക്ക് വേണ്ടി എന്റെ അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി തന്ന് ഞാൻ മരിച്ചില്ലേ? എന്നാൽ നീ എനിക്കായി എന്തു ചെയ്തു? ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ നിനക്ക് കഴിഞ്ഞുവോ? ഇവിടെ കിരീടങ്ങൾ നൽകിയത് എന്റെ നാമത്തിനു വേണ്ടി കഷ്ടവും നിന്ദയും അടിയും സഹിച്ചവരും എന്റെ നാമത്തിൽ രക്തസാക്ഷികളായി തീർന്നവരും അനേകരെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർത്തവർക്കുമാണ്. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് എത്രയോ പ്രാവശ്യം നിന്റെ കാതുകളിൽ കേട്ടു. എന്റെ നാമം മറ്റുള്ളവരോട് പറയുവാനും എനിക്ക് വേണ്ടി അനേകരെ നേടുവാനും നിനക്ക് കഴിയാതിരുന്നത് കൊണ്ടാണ് നിനക്ക് കിരീടം ലഭിക്കാതെ പോയത്. നിത്യ നരകത്തിലേക്ക് പോകാതെ ഇവിടെ വരുവാൻ നിനക്ക് കഴിഞ്ഞല്ലോ, അതിൽ സമാധാനിക്കുക. ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് മെല്ലെ നടന്നു നീങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്നും ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ, ഒരവസരവും കൂടെ ഒരിക്കൽ കൂടെ എനിക്ക് തരണമേ. പക്ഷേ കർത്താവ് ഒന്നും മിണ്ടിയില്ല. എല്ലാവരും കിരീടങ്ങൾ ധരിച്ച് സന്തോഷവാന്മാരായി നിൽക്കുന്നത് കണ്ടപ്പോൾ പാഴാക്കി കളഞ്ഞ എന്റെ നാളുകൾ നെടുവീർപ്പോടെ ഞാൻ ഓർക്കുകയായിരുന്നു. ഇനി ആ അവസരം ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ തേങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, നിത്യലജ്ജയ്ക്കായും നിത്യമാനത്തിനായും ചിലർ എഴുന്നേൽക്കുമെന്ന് ദൈവവചനം പറയുന്നു. ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നാം നിത്യലജ്ജയ്ക്കായോ അതോ നിത്യമാനത്തിനും ആനന്ദത്തിനുമായോ എഴുന്നേൽക്കുന്നത്? നമ്മുടെ കർത്താവ് വരാറായി. ഏതെങ്കിലും അവിശ്വസ്തതകൾ വന്നു പോയെങ്കിൽ നമുക്ക് കർത്താവിനോട് ഏറ്റുപറയാം. കിട്ടുന്ന സമയം പാഴാക്കി കളയാതെ കർത്താവിനായി അനേകരെ നേടാം. നമുക്ക് ഒരുങ്ങാം കർത്താവിനോടൊപ്പം പോകുവാൻ. അതിനായി എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസരം തന്ന ദൈവദാസനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ ഭാവനയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കട്ടെ. എല്ലാവരും ഒന്ന് ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസി പ്രൈസ് ദി ലോർഡ് വളരെ നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യുന്ന ദൈവദാസിയാണ്. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഈ ഗൾഫിലൊക്കെ കൂടുതലും വരുന്ന ദൈവദാസന്മാരൊക്കെ മധ്യ തിരുവിതാംകൂറിലുള്ളവരാണ്. കൊല്ലം, ട്രിവാൻഡ്രം അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ. എന്നാൽ ഈ പാലക്കാട്, കണ്ണൂരൊക്കെ ഇത്രയും ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ഉണ്ടെന്ന് ഈ ബൈബിൾ കോളേജിൽ ഒത്തിരി പേരുണ്ട്. അവരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവദാസി പാലക്കാട് ശുശ്രൂഷയുള്ള വേദത്തിലായിരിക്കുന്നു. ദൈവം അവരെ സഹായിക്കട്ടെ. ആ ദേശത്തും ഇത്ര ശക്തമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതിൽ ദൈവത്തിന് വളരെ സന്തോഷം. ദൈവം സഹായിക്കട്ടെ. ഇനി ആരെങ്കിലും നമ്മുടെ ഈ ബൈബിൾ കോളേജിനെ പറ്റി എന്തെങ്കിലും നല്ല അഭിപ്രായമോ സാക്ഷ്യമോ പരിചയപ്പെടുത്തുവാനോ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തത് പറയുവാനുള്ള എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ നമ്മുടെ ഈ ദിവസങ്ങളിൽ നടന്ന ക്ലാസ്സുകളെ കുറിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും പുത്തൻ അനുഭവങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനോ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പറയുവാനുള്ള ഒരു അവസരമുണ്ട്. ദൈവം അതിനായി സമയം വേർതിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ആർക്കും ഒന്നും പറയുവാൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു, അനുഗ്രഹിച്ചു, നടത്തിയ എല്ലാ കൃപകൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രൈസ് ലോർഡ്, ഇന്ന് ഹല്ലേലൂയ നമുക്ക് പാട്ടുപാടിയ സഹോദരൻ പാസ്റ്റർ സ്റ്റാൻലി കുമളി, താന് നാട്ടിലൊക്കെ നിരുന്നതിന് തനിക്ക് ഒത്തിരി പ്രോഗ്രാമും ഇവിടെ ഒക്കെ വന്നിട്ടുള്ള പല പ്രാവശ്യം. എന്നാൽ അതൊക്കെ കളഞ്ഞിട്ടാണ് താൻ നോർത്ത് ഇന്ത്യയിലല്ല, സ്തോത്രം, ആസാം, അരുണാചൽ പ്രദേശ്, ആ പ്രദേശങ്ങളിലാണ് താൻ സുവിശേഷ വേലയിലായിരിക്കുന്നത്. വളരെ ശക്തമായി കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസനാണ്. ആ പ്രത്യേക ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. തന്റെ പ്രവർത്തനങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഇന്ന് ദൈവത്തിനെ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സി വി എബ്രഹാമിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, താൻ നാട്ടില് സ്തോത്രം ഒരു പ്രവർത്തനം നടത്തുന്നു. അവിടുത്തെ ദൈവദാസൻ ഞങ്ങളോടൊപ്പം ഇപ്പൊ ദോഹയിലുണ്ട്, പാസ്റ്റർ ജോയിസ് മാത്യു. അദ്ദേഹം ഇവിടെ അപ്പുറം ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ദോഹയിൽ ഇപ്പൊ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട്. ആ പ്രവർത്തനത്തെയും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തായിട്ട്. റാന്നിക്കടുത്ത് വെള എന്ന് സഹായിക്കുന്നത്, ആ പ്രവർത്തനത്തെ ദൈവം സഹായിക്കട്ടെ. ആ ദൈവദാസന്റെ നല്ല ആഗ്രഹങ്ങളെ, ഉത്സാഹത്തെ ദൈവം മാനിക്കട്ടെ. സ്തോത്രം.
അതുപോലെ നമ്മുടെ ബൈബിൾ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. നമ്മുടെ അഗാപ്പെ ഇന്റർനാഷണൽ ചർച്ചിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചാൽ കർത്താവിന്റെ ദാസൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തതുപോലെ പറഞ്ഞതുപോലെ അറൈസ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് അവിടെ വെച്ച് നടത്തപ്പെടുന്നു ഈ ഒക്ടോബർ 16 മുതൽ. ദൈവം അതൊരു വലിയ അനുഗ്രഹമാക്കി തീർക്കുവാൻ, അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ, തന്റെ പ്രവർത്തനത്തിന് ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേക ഹല്ലേലൂയ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സഹായിക്കണം. ഒത്തിരി രാജ്യങ്ങളിൽ, ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പുതിയ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ പുതിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ദൈവം തന്നെ സഹായിക്കേണ്ടതിന്, ആ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മിഷൻ ബോർഡിന്റെ ഡയറക്ടറായിരിക്കുന്ന, നമ്മുടെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രിയ പാസ്റ്റർ ജെഫ്രി ജേക്കബ് ഇന്നലെ ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു, ഈ ദേശത്തുണ്ടായിരുന്നു. ഇന്ന് താൻ ദുബൈക്ക് കടന്നുപോയി. തന്റെ പ്രവർത്തനങ്ങളെ എല്ലാ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യേക കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ വളരെ കാലമായി ഒരു നല്ല ഒരു ആരാധനാ സ്ഥലത്തിന് വേണ്ടി പെർമനന്റായി ഞങ്ങൾക്ക് സ്വന്തമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ദൈവം അതിന് തക്കതായി നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. എന്നാൽ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി, എന്റെ പണികളൊക്കെ പൂർത്തീകരിപ്പാൻ എത്രയും പെട്ടെന്ന് അവിടെ ആരാധന തുടങ്ങുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇവിടെ നല്ല സാഹചര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഈ ദിവസങ്ങളിൽ ജബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ഹല്ലേലൂയ അതിരുകളെ വിശാലമാക്കുവാൻ ഹല്ലേലൂയ ദൈവം സഹായിക്കേണ്ടതിന് ഒരു പൊത്തുരത്വമായ രീതിയിലല്ല, കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ദേശത്തിലും ഹല്ലേലൂയ നമ്മൾ ഓരോരായിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം ദൈവം സഹായിക്കേണ്ടതിന് ഹല്ലേലൂയ ആത്മാക്കളെ വിടുതലാണ് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ നമ്മൾ ഈ ബൈബിൾ കോളേജ് നടത്തുന്നതും ഈ ചെയ്യുന്നതും എല്ലാത്തിന്റെ ഉദ്ദേശം ആത്മാക്കളുടെ വിടുതലാണ്. ഒരാത്മദാഹത്തിന് വേണ്ടി ജനത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനായി നമ്മളെ ശക്തീകരിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനായിട്ട് നമുക്ക് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക പ്രിയ പാസ്റ്റർ CB ആൻഡ്രൂസ് ഹല്ലേലൂയ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. ഈ പ്രായാധിക്യത്തിലും ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി, പ്രത്യേക തനിയെ ആയിരിക്കുന്നുവല്ലോ, ദൈവം തന്നെ ശക്തീകരിക്കേണ്ടതിനായി ദീർഘായുസ് കൊണ്ട് വളരെ ഉത്സാഹത്തോടെ ഒക്കെ പഠിപ്പിക്കുവാൻ ദൈവം സഹായിക്കുന്നുവല്ലോ, ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ സാക്ക് വർഗീസിനായി, മാത്യു പി തോമസിനായി, ഷാജൻ പാറക്കടവിനായി സ്തോത്രം. എല്ലാവരും പാസ്റ്റർ ജോർജ് വർഗീസിനായിട്ട് എല്ലാവർക്കായി സ്തോത്രം. അവരെ സഹായിക്കണം. വളരെ ഹല്ലേലൂയ ഉത്സാഹത്തോടെ നമ്മളെ പഠിപ്പിക്കുവാൻ കാണിക്കുന്ന എല്ലാ ഹല്ലേലൂയ അനുഗ്രഹമാക്കി അവരെ തീർക്കുക, അവരുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുക. നമുക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ഷാജി കെ ഡാനിയലിനായിട്ട് സ്തോത്രം ചെയ്യാം. കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഈ ബൈബിൾ കോളേജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേക പല രോഗത്തിന്റെ അവസ്ഥകളിൽ കടന്നു പോകുന്നവര്, ഹല്ലേലൂയ പല രീതിയിൽ കഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ മധ്യത്തിലുണ്ട്. പലരും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഓർപ്പിച്ചിട്ടുണ്ട്. ദൈവം അവരെ എല്ലാം സഹായിപ്പാൻ സ്തോത്രം. ഒരുപക്ഷെ പൊതുവായി പറയുവാൻ കഴിയാതെ ഹല്ലേലൂയ ഞരങ്ങുന്ന ജീവിതങ്ങൾ ഉണ്ടായിരിക്കാം. ദൈവം അവരെ സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി ദൈവദാസന്മാർ നമ്മളോടൊപ്പം ദൈവവചനം പഠിക്കുന്നുണ്ട്, ഈ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ നമുക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രതികൂലങ്ങളൂടെ കടന്നു പോകുന്നു. ദൈവം അവരെയൊക്കെ സഹായിപ്പാൻ നമ്മൾ ഇന്ന് കേട്ടതുപോലെ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ ക്രിസ്തു, നമ്മൾ വിശ്വാസം ഹല്ലേലൂയ ക്രിസ്തുവിൽ ആരംഭിച്ചുവെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തുവിൽ അത് പൂർത്തീകരിക്കുന്ന ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് നമ്മളെ ഓട്ടം ഓടുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേക ദൈവം എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പക്ഷേ പൊതുവായി പറയാൻ കഴിയാതെ മനസ്സിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല പ്രിയപ്പെട്ടവർ പല ഡിവൈസിൽ കാണും. ഇന്ന് രാത്രി ഇത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് കണ്ണൂരില്, പാലക്കാട്, ഹല്ലേലൂയ മറ്റു സ്ഥലങ്ങളിലൊക്കെ സുവിശേഷ വേലയിലായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, എൻ്റെ കൂടെ ആകെ 2 കുടുംബമേ ഉള്ളൂ, കാരണം ഭയങ്കര പോര് നിറഞ്ഞൊരു ദേശത്താണ് താൻ ശുശ്രൂഷ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ മാനിപ്പാൻ സഹായിപ്പാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പ്രത്യേക ഈ ബൈബിൾ കോളേജിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് ഹല്ലേലൂയ ഇത് ഷെഡ്യൂൾ ചെയ്യുന്നവരുണ്ട്, സൂം ഓപ്പൺ ചെയ്യുന്നവരുണ്ട്, സ്തോത്രം സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് ടെക്നിക്കലായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട്, ബ്രോഷർ ഉണ്ടാക്കുന്നവരുണ്ട്. ഒത്തിരി കൂട്ടായ പ്രവർത്തനമാണ് ഇതിന്റെ പുറകിൽ
പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് പുതിയ ആൾക്കാരെ ചേർക്കുന്നവരുണ്ട്, നമ്മുടെ ബൈബിൾ കോളേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. ദൈവം അവരെല്ലാം, അവരുടെ പ്രയത്നങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവിന്റെ ഹല്ലേലൂയ വചനം പഠിക്കുവാൻ വളരെ താല്പര്യത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ ഇത് ജോയിൻ ചെയ്യുന്ന, മറ്റ് തിരക്കുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവവചനം പഠിക്കുവാൻ വേണ്ടി ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദൈവവചന പഠനം ഒരു അനുഗ്രഹമാക്കി തീർക്കേണ്ടതിന് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി സ്തോത്രം ചെയ്താട്ട്. ഓ രക്തത്താഴ്ചയം ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തനാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ പ്രവർത്തനത്തെ കർത്താവ് വീണ്ടും സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ അധ്യാപകരൊക്കെ വളരെ അധ്വാനം ചെയ്ത് പഠിപ്പിക്കുന്നതൊക്കെ അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സ്തോത്രം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നടക്കഴിഞ്ഞാൽ തിരികെ ലഭിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം, വചനപ്രകാരം ദൈവം ഹല്ലേലൂയ നമ്മൾ അധ്വാനിക്കുന്നതും വിതയ്ക്കുന്നതും ഒക്കെ 100 ഹല്ലേലൂയ 100 700 മേനികളായി ഹല്ലേലൂയ ലഭിക്കേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് ഒരുപക്ഷെ ഞാൻ പറയുവാൻ മറന്നുപോയ വിഷയങ്ങൾ കാണാം. എന്നാൽ എല്ലാവരും അറിയുന്ന ദൈവമുണ്ട്. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, വിവാഹപ്രായമായവർ, ഹല്ലേലൂയ പഠനത്തിന് വേണ്ടി സാമ്പത്തികമില്ലാത്തവർ, അനേക ഭവനങ്ങളില്ലാത്തവർ, പല രീതിയിൽ കഷ്ടപ്പെടുന്ന പല പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം പഠിക്കുന്നുണ്ട്. അവരെ എല്ലാം ദൈവം സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായി നാം എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. എല്ലാവരും അല്പസമയം നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരു കുടുംബാംഗങ്ങൾ പോലെയാണ്. ദൈവം ഹല്ലേലൂയ നമ്മളോടൊപ്പം ഈ ദൈവവചനം പഠിപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ആസ്ട്രേലിയയിൽ നിന്ന്, ഹല്ലേലൂയ ന്യൂസിലൻഡിൽ നിന്ന്, അയർലൻഡിൽ നിന്ന്, കാനഡയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, കേരളത്തിന്റെ വിവിധ എല്ലാ ജില്ലകളിൽ നിന്നും ജോയിൻ ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെല്ലാം സഹായിക്കുകയും നടത്തുകയും ചെയ്യേണ്ടതിനായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ അവസാനമായി പാസ്റ്റർ ജോയ് കുട്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. കർത്താവേ, സ്തോത്രം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയുടെ ആമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കർത്താവെ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ചാപ്പൽ സർവീസ് പങ്കെടുക്കാൻ തക്കവണ്ണം ദൈവ അവസരങ്ങളെ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം കൂടെ ഇരുന്നല്ലോ. എത്രത്തോളം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച വിശ്വസ്തത മനസ്സോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കും കർത്താവെ സകലമാനവും മഹത്വം പൂഴ്ചയൊക്കെ ഇടപാതി വെള്ളത്തിൽ അർപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ കോളേജിന്റെ പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ കർത്താവെ തിരുമുഖത്തേക്ക് നോക്കി ആരംഭിച്ചതിനെ പൂർത്തീകരിപ്പാൻ കഴിവുള്ള കർത്താവിന്റെ കരം ഈ കോളേജിന്റെ പ്രവർത്തനങ്ങളും സഭാപ്രവർത്തനങ്ങളും ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ ഭംഗിയായി നിർവഹിപ്പാൻ തക്കവണ്ണം അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാരെ ദൈവം പിന്നെയും ബലപ്പെടുത്തണമേ. അതിനാവശ്യമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നന്മകളും വഴികളും കർത്താവ് പിന്നെയും പുതുക്കിക്കൊടുത്ത് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രവൃത്തിയിലും കർത്താവിന്റെ നിയോഗവും നടത്തിപ്പും പിന്നെയും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോളേജിൽ കർത്താവെ വചനം പഠിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട കർത്താവിന്റെ വിലപ്പെട്ട ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസന്മാർക്കൂടി ലഭിക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ അത് കർത്താവ് കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാം വളരെ ആശ്വാസമായിരിക്കാനും വലിയ ഉത്തേജനമായിരിക്കാനും ദൈവം ഇടയാക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി കർത്താവെ പാട്ടുകൾ പാടാൻ നിലഭക്തനെ ബലപ്പെടുത്തിയല്ലോ. കർത്താവെ സ്തോത്രം. അതിനെ സംസാരിപ്പാൻ അവിടെ ദാസൻ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനയാൽ ഞങ്ങളെ നിറച്ചതുകൊണ്ട് കർത്താവ് അതേ ഞങ്ങളെ അങ്ങേ വാഴ്ത്തുന്നു. ദാസനെ കുടുംബമായി അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ ബലപ്പെടുത്തുമാറാകണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കോളേജിന്റെ വിധമായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അതേ അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഓരോ പ്രവൃത്തികൾ കർത്താവെ ചെയ്യുന്നവരെയും അവിടുന്ന് അറിയുന്നല്ലോ. കർത്താവെ ഞങ്ങളെക്കാളുപരിയായി എല്ലാം അറിയുന്ന ഒരു കർത്താവിന്റെ കരം എല്ലാവരോടും കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വചനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിവിധ ഭാഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്, വേദന കൂടി കടന്നു പോകുന്നവരുണ്ട്. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരും രോഗികളായി ഭാരപ്പെടുന്നവരെ ഓർത്ത് കർത്താവെ പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ഉണ്ട്. സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്. കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അവരെല്ലാം കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ പൂർത്തീകരണം വരുവോളം ഉറപ്പായി നിൽപ്പാനുള്ള കൃപ
എല്ലാവരും മേലും ദൈവം പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപന കർത്താവെ ബൈബിൾ കോളേജ് വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ. ശക്തമായിരിക്കുന്ന അതേ കർത്താവെ ദൈവപ്രവൃത്തിയുടെ പിന്നിൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്തദാസന്മാർക്ക്, അനേക ദൈവമക്കൾക്ക്, അതേ കർത്താവ് വിശ്വാസത്തിൽ വരാനുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കുമെന്ന് പരിപൂർണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ വിലപ്പെട്ട സാന്നിധ്യം ഉണ്ടായിരുന്നവർ സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ കർത്താവെ മുൻനിര നിൽക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ പേരുപേരായി ഒന്നുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. സകലമാനും സകല മഹത്വവും തിരുമുൻപാകെ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാടിയാനേ യഹോവയേ, മനസ്സലിവഴയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലി ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും പ്രത്യേകാൽ ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവവചന ശുശ്രൂഷ കർത്താവിന്റെ ദാസനോടും ഇതിന്റെ പ്രവർത്തനങ്ങളോടും ഹല്ലേലൂയ നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം ഇന്ന് മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. ദൈവവചന ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന് എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദയവായിട്ട് നിങ്ങളുടെ പേരുകൾ നിങ്ങൾ മനഃപൂർവ്വമാണ് ഒരു 456110 ഒക്കെ ഉണ്ട്, എപ്പോഴും അൺമ്യൂട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ദയവായിട്ട് ആരാണെന്ന് പോലും അറിയില്ല. ദയവായിട്ട് നിങ്ങളുടെ പേരുകൾ എഴുതുക. ഇത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യരുത്. ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.